राम 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 हरे 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 कृष्ण 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 हरे हरे कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे प्रधासुदं कृष्णो रक्षतु मां चराचरगुरो कृष्णं नमस्ये सदा कृष्णेनैव सुरक्षितो नमः कृष्णाय दत्तं मनः कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहं कृष्णे भक्तिरजञ्जरास्तु भगवन् हे कृष्ण तुभ्यं नमः। गोपिका जीवनस्मरणं गोविन्द गोविन्द जानकीकान्तस्मरणं जय जय राम राम नमः पार्वती पतये हर हर महादेव देवी शरणममे स्वामी शरणमय्यप्पा सुप्रभातं शुभदिനം ശ്രീരാമഗിരി ആശ്രമത്തിൽ 24-ാം തീയതി മഹാത്മ്യത്തോടുകൂടി തുടങ്ങിയ ഈ സപ്താഹയജ്ഞത്തിൻ്റെ 6ാമത്തെ ദിവസം ആദ്യത്തെ പ്രഭാഷണത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ഇന്നലെ രുക്മിണി സ്വയംവരം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞ് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പണം ചെയ്തത്. അതിനുശേഷം 55-ാമത്തെ ദശമത്തിലെ അധ്യായത്തിൽ ആദ്യം പറയുന്ന കഥ പ്രദ്യുമ്നോൽപത്തി ശംഭരാസുരന്റെ വധം എന്ന കഥകളാണ് പറയുന്നത്. ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും വിവാഹമെല്ലാം കഴിഞ്ഞ് കുറെ കാലങ്ങൾ അവർക്ക് സന്താനലാഭമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് അത്ര രുക്മിണി ദേവി വന്ന് ഭഗവാനോട് പറഞ്ഞത്, നമുക്കൊരു കുട്ടിയൊക്കെ വേണ്ടേ എന്ന്. ഭഗവാൻ പറഞ്ഞു, ആവശ്യമായിട്ടും വേണം. അതിന് ദേവി ഒരു കാര്യം ചെയ്യൂ, മഹാദേവനെ ഭജിച്ചോളൂ. താമസ്തു വാസുദേവാംശോധദ്രുദ്രമന്യുനാ ദേഹോപപത്തയേ ഭൂയസ്തമേവ പ്രത്യവർജ്യത. ശ്രീരുദ്രനെ മഹാദേവനെ ഭജിച്ചോളൂ എന്നാണ് കൃഷ്ണൻ രുക്മിണി ദേവിയോട് പറഞ്ഞത്. സന്താനത്തിന് വേണ്ടിയിട്ട് സ്വയം ഭഗവാൻ പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഭാഗവതത്തിലെ കാരണം പറയുന്നില്ല. ഇതിനു മുമ്പ് മഹാദേവൻ കൊടും തപസ് ചെയ്യുന്ന സമയത്ത് ശൂരാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ, അവൻ ബ്രഹ്മാവിൽ നിന്നും വരം നേടിയിരുന്നു. ശിവപാർവതിക്ക് ജനിക്കുന്ന പുത്രനാൽ മാത്രമേ തനിക്ക് വധമുണ്ടാവാൻ പാടുള്ളൂ എന്ന്. നോക്കുമ്പോൾ ഭഗവാൻ മഹാദേവൻ തപസ്സിലാണ്. അവനറിയാം മഹാദേവൻ തപസ്സിൽ പോയാൽ ലക്ഷക്കണക്കിന് വർഷം ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹം. അപ്പൊ മഹാദേവൻ തപസ്സൊന്ന് ഉണർന്ന ഇനി അവർക്ക് കുട്ടി ഉണ്ടായൊക്കെ വേണം. അപ്പൊ അതൊക്കെ ഒന്നുകിൽ നടക്കില്ല, അല്ലെങ്കിൽ വളരെ കാലം ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവന്റെ ആ ഈ സൂര്യന്റെ അധർമ്മം, അവന്റെ ദ്രോഹങ്ങള്, അഹിംസ സഹിക്കാൻ വയ്യാതെ ദേവന്മാരെല്ലാവരും കൂടി ചെന്ന് പാർവതി ദേവിയോട് പറഞ്ഞു. അവസാനം എല്ലാവരും കൂടി തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ശിവന്റെ ഈ തപസ് അതിൽ നിന്നും അദ്ദേഹത്തിനെ ഉണർത്തണം. അപ്പൊ മഹാദേവന്റെ തപസ്സിൽ നിന്നും ഉണർത്താൻ ആരാ ഇപ്പൊ തയ്യാറെന്ന് പറഞ്ഞാൽ ആരും തയ്യാറല്ല. കാരണം ഒന്നാമത് കഷ്ടമാണ്, രണ്ടാമത് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഉണർത്തിയാൽ ശിവകോപത്തിന് പാത്രീഭൂതരാകും. എല്ലാവരും പേടിച്ചു നിന്നു. അവസാനം പാർവതി ദേവി അടക്കം എല്ലാവരും മന്മഥനോട് പറഞ്ഞു, കാമദേവനോട് പറഞ്ഞു, അങ്ങ് എങ്ങനെയെങ്കിലും അങ്ങയുടെ കാമബാണം ഉപയോഗിച്ച് ഇദ്ദേഹത്തെ തപസ്സിൽ നിന്നും ഉണർത്തും. പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ പറഞ്ഞോളാം മഹാദേവനോട് കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന്. അങ്ങനെ ഒന്നും ചെയ്യില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ. അത് കേട്ട് ഇഷ്ടമില്ലെങ്കിലും കാമദേവൻ തൻ്റെ കാമബാണം അയച്ച് മഹാദേവന്റെ തപസ്സിനെ ഭംഗം ചെയ്യുന്നു. നീച്ച മഹാദേവന് പെട്ടെന്ന് കോപം വന്നു. മറ്റുള്ളവരൊന്നും നോക്കില്ല, തൻ്റെ മുന്നിൽ നിൽക്കുന്ന കാമദേവനെ തൃക്കണ്ണ് കൊണ്ടാണ് നോക്കിയത്. ആ നോക്കിയത് തക്ഷണം ഭസ്മമായി കാമദേവൻ. അപ്പോഴേക്കുമാണ് രതീദേവി, കാമദേവന്റെ ഭാര്യ, കരഞ്ഞുകൊണ്ട് വന്നു.
ദേവന്മാരെല്ലാവരും വന്നു, ശ്രീപാർവതി വന്നു, അങ്ങ് എന്താ ഇത് ചെയ്തത്? ഇതിനൊക്കെ വേണ്ടി ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം അദ്ദേഹം ഇത് ചെയ്തത് അല്ലാതെ അങ്ങേ നിന്ദിച്ചുകൊണ്ടല്ല, ഇപ്പൊ ഭസ്മമാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ പറഞ്ഞു വിരോധമില്ല. രതിദേവി വന്ന് കാലിൽ പിടിച്ച് ഭർത്താവിനെ തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വിരോധമില്ല, നീ കുറച്ചു കാലം നീ കാത്തിരുന്നാൽ മതി. ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും പുത്രനായിട്ട് ഈ കാമദേവൻ വീണ്ടും അവതരിക്കും എന്ന് അനുഗ്രഹം കൊടുത്തു. അപ്പോൾ ആ അനുഗ്രഹം കാരണമാണ് ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ദേവിയോട് പറഞ്ഞത് മഹാദേവനെ പ്രാർത്ഥിച്ചോളൂ, കാരണം മഹാദേവന്റെ ആ വരം കൊണ്ടാണ് ഇപ്പോൾ ഉണ്ണി ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള കാരണം കൊണ്ട്. അങ്ങനെ അവർക്ക് ഒരു പുത്രനുണ്ടായി. ആ പുത്രന്റെ പേരാണ് പ്രദ്യുമ്നൻ. ഈ പ്രദ്യുമ്നൻ കാമദേവന്റെ അവതാരമാണ് എന്നാണ് പറഞ്ഞത് കഥയിൽ. ഇതിന് നടുവിൽ ശംബരൻ എന്ന് പറഞ്ഞ ഒരു മഹാസുരനുണ്ടായിരുന്നു. അവനും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു വരം മേടിച്ചു. വരം എന്താ മേടിച്ചത്? ആദ്യം മരിക്കാത്ത വരം വേണമെന്നൊക്കെ ബ്രഹ്മാവത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നെ കാമദേവനല്ലാതെ മറ്റാരും കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു വരമാണ് മേടിച്ചത്. കാരണം അവനറിയാൻ കാമദേവൻ ചുട്ടുഭസ്മമാക്കി കഴിഞ്ഞു മഹാദേവൻ, അതുകൊണ്ട് ഇനി കാമദേവൻ ഇല്ലല്ലോ, അപ്പൊ തനിക്ക് മരണം ഉണ്ടാവില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് മേടിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവനറിയില്ല. ബ്രഹ്മാവും തഥാസ്തു എന്ന് പറഞ്ഞു അവിടെ. അവനാ വരം കിട്ടിയ ആ ധൈര്യത്തില് അഹിംസ, ധർമ്മം, അസുരനാണല്ലോ, ഇതൊക്കെയാണ് നടത്തി വരുന്നത്. ഇവിടെ പ്രദ്യുമ്നൻ ജനിച്ചിരിക്കുന്നു. ഉടനെ നാരദൻ അവിടെ ശംബരാസുരന്റെ കോട്ടയിൽ പോയി എന്താ ശംബരാ സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കിപ്പോ എന്താ, എനിക്ക് മരണമില്ല. ഹേ മരണമില്ല, എന്താ അത് അങ്ങനെ? അപ്പൊ ഞാനിത് അങ്ങനെ ബ്രഹ്മാവെന്ന് വരം മേടിക്കുന്നുണ്ട്. നീ പൊട്ടൻ, നമുക്കൊന്നും അറിയില്ല. കാമദേവനൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും. അതെപ്പോഴാ എങ്ങനെയാ? അപ്പൊ പറഞ്ഞു രുക്മിണി കൃഷ്ണന്മാർക്ക് 4-5 ദിവസമായിട്ടേ ഉള്ളൂ ഒരു ഉണ്ണി ജനിച്ചിട്ടുണ്ട്. അത് ആ കാമദേവനാണ്, ശിവന്റെ അനുഗ്രഹം കൊണ്ടാണ് ജനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഈ ശംബരാസുരൻ വേഷം മാറി. അസുരന്മാർക്ക് വേഷം മാറി രുക്മിണിയുടെ കക്ഷത്തിലുള്ള ഒരു ദാസിയുടെ വേഷത്തിൽ പോയി എന്നാ പറയണത്. കാരണം ആരുമില്ലാത്ത സമയത്ത് ഒരു 5-6 ദിവസം ആയിട്ടേ ഉള്ളൂ ഉണ്ണിക്ക്. ഈ പ്രദ്യുമ്നനെ അവിടെ നിന്ന് ദാസി വേഷം ഇട്ട് കൊണ്ടുപോയി ആകാശമാർഗം കടത്തി വന്നു. കയ്യിൽ ഈ ചെറിയ കുട്ടിയെ കൊല്ലണം, ഇല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. ഈ കുട്ടി എങ്ങനെയാ കൊല്ലേണ്ടത്? കഴുത്തൊക്കെ ഞെക്കി പിടിക്കുക. ഒരു 5-6 വയസ്സ് 5 വയസ്സ് കുട്ടിയൊക്കെ കയ്യിലെടുക്കുമ്പോഴേ പൂമാതിരിയാണ് കുട്ടികൾ. മനസ്സിനത്ര സന്തോഷം ഉണ്ടായില്ല. ഇപ്പൊ നോക്കുമ്പോ താഴത്തൊരു സമുദ്ര. അപ്പൊ വിചാരിക്കും ശരി താഴത്തെ നോക്കിട്ട സമുദ്രത്തിൽ വീണ മരിച്ചോളും എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് എത്തി ശംബരാസുരൻ തിരിച്ചു വന്നു. കഥ പറയുന്നത് ഈ ഉണ്ണിയെ ഒരു മത്സ്യം വിഴുങ്ങിയെന്നും ആ മത്സ്യത്തിനെ ഒരു മുക്കുവൻ പിടിച്ചു. അസാധാരണമായിട്ടുള്ള വലിയൊരു മത്സ്യമായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ അസാധാരണമായിട്ടുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടായ വലിയ വാഴക്കൊല, വലിയ ചക്ക, ഇതൊക്കെ ഉണ്ടായ രാജാവിന് കാഴ്ചവെക്കും. എന്താന്ന് പറഞ്ഞാൽ രാജാവ് കുറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ജനങ്ങളൊക്കെ. അപ്പൊ ഈ വലിയൊരു മത്സ്യമായപ്പോൾ അതിനെ കൊണ്ടുപോയി ശംബരാസുരന് കാഴ്ചവെച്ചു, കുറെ ധനമൊക്കെ കൊടുത്തു ആ മുക്കുവന്. ശംബരാസുരൻ പറഞ്ഞു ഇത് കൊണ്ടുപോയിട്ട് കുശിനിയിലെ എന്താ വെച്ചാ പാകം ചെയ്തോളൂ. അതിനു മുമ്പ് ഇവിടെ പ്രദ്യുമ്നന്റെ ജന്മം ആയി കണ്ട സമയത്ത് നാരദൻ ഇവിടെ ശംബരാസുരനെ കണ്ട് നേരെ പോയത് ആ ദേവതയുടെ അടുത്തേക്കാണ്. അവളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്, എവിടെയാ ജനിച്ചിരിക്കുന്നത്, എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിപ്പോൾ ശംബരാസുരന്റെ കൊട്ടാരത്തിലാണ്. നീ വേഷം മാറി ശംബരാസുരന്റെ കൊട്ടാരത്തിൽ പോയി എങ്ങനെയെങ്കിലും ജോലിക്ക് നിന്നോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് വരും. അതനുസരിച്ചിട്ട് ഈ കാമദേവന്റെ ഭാര്യ ഇവിടെ ശംബരാസുരന്റെ കൊട്ടാരത്തിൽ മായാവതി എന്നുള്ള പേരില് കുശിനിക്കാരിയായിട്ട് വെച്ചു വിളമ്പുന്ന അടുക്കളക്കാരിയായിട്ട് ജോലിയും കിട്ടി അവിടെ വരും.
അപ്പൊ അവളുടെ അടുത്തായി മത്സ്യത്തിനെ ശമ്പരാസുരൻ കൊടുക്കുന്നത് കൊണ്ടുപോയി വെച്ച് വിളമ്പിത്തായോ എന്ന് പറഞ്ഞു. അവളെ അടുക്കളയെ കൊണ്ടുവന്ന് ഇതിനൊക്കെ മുറിച്ചു നോക്കുന്നതിന് അകത്ത് സുന്ദരനായിട്ടുള്ള ഒരു കുട്ടി. ഈ കുട്ടിയപ്പം എന്ത് ചെയ്യണം എന്നറിയാതെ കണ്ടവൾ ഇരിക്കുന്ന സമയത്താണ് നാരദൻ വീണ്ടുമെന്ന് പറയുന്നത്, ഈ കുട്ടി തന്നെയാണ് എൻ്റെ ഭർത്താവ്, ഇതിനെ അതുമാതിരി വളർത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ശരിയെന്നും പറഞ്ഞ് ആ കുട്ടി ഉണ്ണി ചെറുതാണ്, പക്ഷെ എങ്കിലും തൻ്റെ ഭർത്താവാണ് എന്നുള്ള സുസങ്കല്പത്തിലാണ് ആ കുട്ടിയെ വളർത്തുന്നത്. അങ്ങനെ ആ പ്രദ്യുമ്നൻ വളർന്നു വലുതാവുന്നു. ശമ്പരാസുരന് അറിയുന്നില്ല ഇങ്ങനെ വളരുന്നുണ്ടായി എന്നുള്ളത്. അസ്ത്രശസ്ത്ര വിദ്യകളൊക്കെ അവൻ പഠിക്കുന്നുണ്ട് പ്രദ്യുമ്നൻ. മാത്രമല്ല ഈ മായാവതിക്കും കുറെ അസ്ത്രശസ്ത്ര വിദ്യകൾ, ആസുരിക വിദ്യകളൊക്കെ അറിയാം. അവളതൊക്കെ പഠിപ്പിച്ചു. പിന്നെ അസുരന്മാരുടെ കൊട്ടാരത്തിലാണല്ലോ, പിന്നെ അവരൊക്കെ പഠിച്ച് അപ്പൊ ഇവന് ഇതൊക്കെ അറിഞ്ഞു. അതുവരെ ആർക്കും അറിയില്ല ഇവൻ ആരാണ് എന്നുള്ളത്. ഇവൻ വളർന്നു വലുതായി യുദ്ധം ചെയ്യാനൊക്കെ ഒരു യൗവനാവസ്ഥ വന്നു എന്ന് കണ്ടപ്പോൾ ആദ്യം നാരദൻ വരും, ശമ്പരാസുരനോട് പറയും. അപ്പൊ ശമ്പരാസുരൻ പറയും, ഞാനെന്ന് അവനൊക്കെ കൊന്നു കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും പറയും, നീ കൊന്നിട്ടൊന്നുമില്ല, ചെയ്തത് ഇങ്ങനെയാണ്. നിന്റെ അടുത്തൊരു മീനും കൊണ്ടെടുത്ത വന്നല്ലോ, അതിൻ്റെ വയറിൽ ഇതായിരുന്നു, ഈ കുട്ടിയാണ്. ആ കുട്ടിയെ അപ്പം നിന്റെ കൊട്ടാരത്തിലെ നീ തന്നെ നീട്ടിക്കൊച്ചു വളർത്തുന്നത്, അവനാണ് കാമദേവന്റെ അവതാരാണ് ആ പ്രദ്യുമ്നൻ എന്നെല്ലാം പറഞ്ഞപ്പോൾ ശമ്പരാസുരന് ദേഷ്യം വന്നു. ഇതാ പ്രദ്യുമ്നനുമായിട്ട് യുദ്ധത്തിന് വരും. അങ്ങനെ പ്രദ്യുമ്നനും ശമ്പരാസുരനും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കും. ആ യുദ്ധത്തിലെ ആ വരമനുസരിച്ച്, ബ്രഹ്മാവിന്റെ വരമനുസരിച്ച് പ്രദ്യുമ്നൻ ശമ്പരാസുരനെ വധിക്കും. ശമ്പരാസുരനെ വധിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ മായാവതി, തൻ്റെ ഭാര്യയാണല്ലോ, ആ മായാവതിയും കൂട്ടി തിരിച്ച് ദ്വാരകയിലേക്ക് വരും. ആദ്യം കണ്ടപ്പോൾ രുക്മിണി ദേവി വിചാരിക്കത്ര എൻ്റെ പോയ മകൻ ഇന്നിപ്പോൾ ഉണ്ടെങ്കിൽ ഇത്രയും വലുതായതിനൊക്കെ വിചാരിക്കുമ്പോഴേക്കും അവിടെ നാരദർ പ്രത്യക്ഷമാവും. ഭഗവാൻ അറിയാം, നാരദർ പ്രത്യക്ഷരായിട്ട് പറയും, ഇത് എൻ്റെ ഉണ്ണി തന്നെയാണ്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പോയ ഉണ്ണി ഭാര്യയോട് കൂടിയിട്ട്, മരുമകളോട് കൂടിയിട്ട് രുക്മിണിക്ക് തിരിച്ചു കെട്ടി. അങ്ങനെ അവർ രണ്ടുപേരെയും രുക്മിണി ദേവി സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കയറ്റും എന്ന് പറഞ്ഞ പ്രദ്യുമ്നോൽപത്തി എന്ന് പറഞ്ഞ ആ കഥയൊക്കെ വളരെ വലുതാണ്. നമ്മളെ കഥയെ മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെ ചുരുക്കി പോകുന്നതാണ്. അതിൻ്റെ തത്വത്തിലേക്ക് തൽക്കാലം പോകുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ മറ്റ് കല്യാണങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ അടുത്ത അധ്യായത്തില് ശമന്തകോപാഖ്യാനം എന്ന് പറഞ്ഞ അധ്യായത്തിലൂടെ ഭഗവാന്റെ 2 കല്യാണങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സത്രാജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ, അവൻ സൂര്യഭഗവാനെ കഠിനമായിട്ട് തപസ് ചെയ്യും. സൂര്യഭഗവാനെ തപസ് ചെയ്തപ്പോൾ സൂര്യഭഗവാൻ പ്രസാദിച്ച ഈ സത്രാജിത്തിന് ശമന്തകം എന്ന് പറഞ്ഞ ഒരു മണി കൊടുക്കും. ആ ശമന്തകമണിക്കുള്ള 2 ഗുണങ്ങള്, ഒന്ന് അതിരിക്കുന്ന സ്ഥലത്ത് അന്ധകാരം ഉണ്ടാവില്ല, നല്ല വെളിച്ചം ഉണ്ടാവും. രണ്ടാമത് ദിവസവും കാലത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഈ ശമന്തകമണി എടുത്ത് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ 8 ഘനം സ്വർണം കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മണി ഈ സത്രാജിത്തിന് സൂര്യഭഗവാൻ വരമായിട്ട് കൊടുക്കും. ആ മണി കിട്ടിയതോടുകൂടി സത്രാജിത്തിന്റെ ജീവിത സ്റ്റൈലെല്ലാം മാറിയെന്നാണ്. കാരണം 8 ഘനം സ്വർണം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ദിവസവും, ഒരു ദിവസമല്ല എല്ലാ ദിവസവും എത്രയായി? ആദ്യം വീട്ടിലുള്ളവർക്ക് ആഭരണങ്ങളായി, എല്ലായി, ജനല്, വാതില്, കട്ടില്, ഇരിക്കാനുള്ള സോഫ സെറ്റ്, ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ ഇപ്പോൾ സ്വർണത്തിലാണ് സത്രാജിത്തുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ സത്രാജിത്ത് എന്ത് ചെയ്തു? കുറെ സ്വർണ്ണമൊക്കെ നാട്ടുകാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ പിന്നെ നാട്ടുകാരെ ആവശ്യം കൂടെ കൂടുമല്ലോ, ഇതിന്റെ പിന്നിൽ കൂടി എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നറിഞ്ഞിട്ട് കുറെ പേര് സത്രാജിത്തിന്റെ കൂടെ കൂടി. അങ്ങനെ സത്രാജിത്ത് പോകുമ്പോൾ അവരെ മുന്നിലും പിന്നിലും അകമ്പടിയായിട്ടൊക്കെ ആൾക്കാരൊക്കെ പോകും, തൊഴുതുകൊണ്ട് സത്രാജിത്തിനെ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ. ഒരിക്കലും സത്രാജിത്ത് വിചാരിച്ചു, ഞാൻ ഉഗ്രസേന മഹാരാജാവിന്റെ സഭയിലേക്ക് ഒന്ന് പോകാം, സഭയിലേക്ക് പോയിട്ട് ഇതൊക്കെ ഒന്ന് അവിടെ കാണിച്ച്
ഒരാളായിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയത്. സഭയിലേക്ക് വരുന്ന സമയത്ത് ആരോ വിളിച്ചു പറഞ്ഞു, ഇതാ സൂര്യഭഗവാൻ വരുന്നുണ്ടെന്ന്. സൂര്യഭഗവാനോ? കൃഷ്ണൻ നന്നായിട്ട് നോക്കി. അപ്പോൾ പറഞ്ഞു, സൂര്യഭഗവാൻ എന്നല്ലാതെ ഇത് നമ്മുടെ സത്രാജിത്താണ്, വെർക്ക എന്ന് പറഞ്ഞു. സത്രാജിത്ത് വന്നു, രാജാവിനെ, ഉഗ്രസേന മഹാരാജാവിനെ മുഖം കാണിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടവിടെ ഇരിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലോകക്ഷേമത്തിന്, രാജ്യക്ഷേമത്തിനായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെ ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവന് മതം, അഹങ്കാരമൊക്കെ വളരും. അത് അവനവനെ തന്നെ ചിലപ്പോൾ നശിപ്പിക്കും. അത് കാരണം കൊണ്ട് ഇതെല്ലാം രാജാവിന് കൊടുക്കുക, കാഴ്ചവെക്കുക. രാജാവ് അത് ഉപയോഗിച്ച് രാജ്യത്തിലുള്ള എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ അതിനെ ഉപയോഗിക്കും. അപ്പൊ എല്ലാവർക്കും ക്ഷേമം കിട്ടും എന്നൊക്കെ ഭഗവാൻ ഉപദേശം കൊടുക്കുമ്പോൾ പറയും, അങ്ങനെ ഇപ്പൊ എൻ്റെ മണി കിട്ടിയിട്ട് നിങ്ങൾ രാജ്യം ഭരിക്കണ്ട, രാജ്യം നേരാക്കണ്ട. ആവശ്യമുണ്ടെങ്കിൽ എന്നിട്ട് കുറച്ച് തപസ് ചെയ്തോളൂ സൂര്യനെ, എന്നിട്ടൊരു മണി മേടിച്ചോളൂ തൽക്കാലം എന്നും പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം വന്നാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഭഗവാനൊന്നും പറഞ്ഞില്ല. വീട്ടിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുന്ന ദിവസം ഇദ്ദേഹത്തിൻ്റെ അനിയനുണ്ട് പ്രസേനൻ. അവനൊരിക്കലും കാട്ടിലെ നായാട്ടിന് പോകുന്ന സമയത്ത് പറഞ്ഞു, കാട്ടിലെ വെളിച്ചമൊന്നും ഉണ്ടാവില്ലല്ലോ അധികം സൂര്യപ്രകാശം, അപ്പം ഈ മണിയൊന്ന് തരൂ, കഴുത്തിൽ കെട്ടിയാൽ നല്ല വെളിച്ചം കിട്ടും. ഞാൻ പറഞ്ഞില്ല, അല്ല പ്രകാശം ഇതിരിക്കുന്നത് അന്ധകാരമില്ലാണ്. അപ്പൊ തൻ്റെ അനിയനാണ്, അപ്പൊ അനിയന് കൊടുക്കാണ്ടിരിക്കില്ലല്ലോ. അനിയന് പ്രസേനന് കൊടുത്തു. അവനത് കഴുത്തിൽ കെട്ടിപ്പോയി. ആ വേട്ടയാടുന്ന സമയത്ത് ഇവന്റെ കഴുത്തിലുള്ള ഈ മണിയുടെ പ്രകാശം കണ്ടപ്പോൾ ഒരു സിംഹം വിചാരിക്കും ഇത് എന്തോ തിന്നാനുള്ള സാധനമാണ് എന്ന് വിചാരിച്ചിട്ട് വന്ന് ഇവനെ അടിച്ചു കൊല്ലും. അടിച്ചു കൊന്നിട്ട് ആ മണി അങ്ങോട്ട് എടുക്കും. പക്ഷെ അത് കയ്യിലെടുത്തൊക്കെ നോക്കുന്ന സമയത്താണ് മനസ്സിലായത് ഇത് തിന്നാനുള്ള സാധനങ്ങളൊന്നല്ല. അപ്പോഴേക്കും ആ കാട്ടിൽ ജാമ്പവാൻ താമസിക്കുന്നുണ്ട്. ജാമ്പവാന്റെ അടുത്ത് ആരൊക്കെ വന്നിട്ട് പറയും, ഇതേമാതിരി ഒരു സിംഹം കയ്യിൽ ഒരു മണി വെച്ചിരിക്കുന്നു, അത് ഭയങ്കര പ്രകാശ ആ മണിക്ക് എന്നൊക്കെ കേട്ടപ്പോൾ ഒരു ഗുഹരാത്ത തൻ്റെ പുത്രിയായിട്ടുള്ള ജാമ്പവതിയും കൊണ്ട് താമസിക്കുന്നത്. ഏതായാലും അപ്പോൾ ഗുഹയിൽ വെളിച്ചം ഉണ്ടാക്കി നല്ലതാണല്ലോ, എന്താ സാധനം എന്ന് കാണാൻ വേണ്ടിയിട്ട് ജാമ്പവാൻ പോവും. അപ്പോൾ ഇത് വെച്ചാൽ സിംഹം ഇരിക്കുക, സിംഹത്തിനെ തല്ലും, സിംഹത്തിനെ കൊല്ലും, എന്നിട്ട് സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ മണി കൊണ്ടുവരും. എന്നിട്ടതാ ആ ഗുഹയിൽ തൻ്റെ മകളെടുത്ത് കൊടുത്തു, ഇവിടെ വെച്ചിരുന്നു നല്ല പ്രകാശം ഉണ്ടാവും എന്ന് പറഞ്ഞ് ജാമ്പവതിക്ക് കൊടുത്തു. ഏതായാലും കാട്ടിലേക്ക് പോയ പ്രസേനൻ തിരിച്ചു വന്നില്ല. 4-5 ദിവസമായി എന്ന് പറഞ്ഞപ്പോഴാണ് സത്രാജിത്ത് പറയാൻ തുടങ്ങി, ഇത് കൃഷ്ണന്റെ പണിയാണ്. കൃഷ്ണൻ അറിഞ്ഞ് കാട്ടിൽ പോയി അവനെ കൊന്നു മണി കൃഷ്ണൻ കൈക്കലാക്കിയിട്ടുണ്ടാവും, മണ്ടേ കള്ളനാണ്, അപ്പോൾ ഈ സ്വഭാവമുള്ളവനാണ്. അന്ന് സഭയിൽ വെച്ചിട്ടും പറഞ്ഞു, ഞാൻ കൊടുക്കാത്തതിൽ വിദ്വേഷമുണ്ട്, അപ്പോൾ അതിൻ്റെ പകരം വെട്ടിയതാണ് പോയിട്ട് എന്നൊക്കെ പ്രചരിപ്പിച്ചു. സത്രാജിത്തിന് കുറേ ആൾക്കാരുണ്ടല്ലോ, അവരും ഇതൊക്കെ പറയും. അപ്പോൾ പിന്നെ ബലരാമസ്വാമിക്ക് ഒരു സംശയമായി. കൃഷ്ണനെ വിളിച്ചിട്ട് ചോദിക്കും, എന്താ കൃഷ്ണ ഈ കേൾക്കുന്നത്? ചേട്ടാ ഞാനതൊന്നും എടുത്തിട്ടില്ല, ഞാനിതൊക്കെ ചെയ്യുമോ എന്നൊക്കെ പറയും. നീയിപ്പോൾ എടുത്തിട്ടില്ല എന്ന് നീ അങ്ങനെ പറഞ്ഞാൽ കാര്യമില്ലല്ലോ. ഇല്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും ഇപ്പം എൻ്റെ പേരിൽ പറയുമ്പോൾ നീ അതൊന്ന് സമർത്ഥിച്ച് എന്താ സത്യം എന്നുള്ളത് കാണിച്ചു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഈ അപവാദം കൊണ്ട് നടക്കേണ്ടി വരുമല്ലോ. നമുക്ക് തല കാണിക്കാൻ പറ്റുന്നില്ല, നമ്മളങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൃഷ്ണനെ വാക്കുകൊണ്ടെങ്കിലും ഒന്ന് സംശയിച്ചു എന്നുള്ളത് കാരണം കൊണ്ടാണ് ബലരാമസ്വാമിക്ക് പിന്നീട് പല അനർത്ഥങ്ങളും ഉണ്ടായി തീർത്ഥാടനത്തിനൊക്കെ പോകേണ്ടതായിട്ട് വന്നത് എന്നുള്ള കഥകൾ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ പറയാം. ഇത് കേട്ടപ്പോൾ ജ്യേഷ്ഠനും ഇങ്ങനെയാ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എന്നാൽ അത് ശരി എന്താണെന്നുള്ളത് കാണിക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ കാട്ടിലേക്ക് പോയി കുറച്ച് യാദവന്മാരെയും കൂട്ടിയിട്ട് അവിടെ പോയി കാട്ടിൽ തിരഞ്ഞിറങ്ങി നടക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് പ്രസേനൻ മരിച്ചു കിടക്കണു. നോക്കിയപ്പോൾ മണി കാണാനില്ല. അതിൻ്റെ അടുത്ത് നോക്കുന്ന സമയത്ത് ഒരു സിംഹം മരിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രസേനനെ സിംഹം കൊന്നതാണെന്ന് മനസ്സിലായി. സിംഹത്തിനെ ആരാ കൊന്നതെന്ന് നോക്കാൻ നോക്കുമ്പോഴാണ് അവിടെ നോക്കുന്ന സമയത്ത് വേറെ കാൽപ്പാടുകൾ കണ്ടത്. കരടിയുടെ കാൽപ്പാടാണ് കണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ ജാമ്പുവനൊക്കെ ഈ കരടി ആ വർഗത്തിലാണ് പെടുക. അപ്പോൾ ആ കാലടി കണ്ടപ്പോൾ ആ കാലടിയും നോക്കി നടന്ന് ഈ ഗുഹയിലെത്തി. അപ്പോൾ ഈ യാദവന്മാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ പുറത്ത് നിന്നോളൂ, ഞാൻ അകത്ത് പോയിട്ട് മണി എവിടെയാ എന്താന്നൊക്കെ അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്ത് കിടന്നു.
അകത്ത് കടന്ന് ഗുഹയ്ക്ക് അകത്ത് നടന്ന് അകത്ത് പോയി നോക്കുമ്പോൾ ഈ ജാമ്പവതി ഈ കുട്ടി കയ്യിലെ ഈ ചമന്ന കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം കൃഷ്ണനേക്കാളൊക്കെ വളരെ മൂത്തതാണ് കഥ വെച്ച് നോക്കുമ്പോൾ. കാരണം ശ്രീരാമനായിട്ട് അവതരിച്ച സമയത്ത് ശ്രീരാമന് തൻ്റെ പുത്രിയായിട്ടുള്ള ഈ ജാമ്പവതിയെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ജാമ്പവൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഏകപത്നി വ്രതം ചെയ്തവനാണ്, ഈ ജന്മത്തിലെ സീതയെ മാത്രമേ പത്നിയായിട്ട് സ്വീകരിക്കൂ. ഏതായാലും അങ്ങന്റെ ഭക്തനാണ്, അങ്ങക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം ഞാൻ എൻ്റെ കൃഷ്ണാവതാരത്തില് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോ ആ സമയത്ത് ഉള്ള ആളാണ് ആര്? ജാമ്പവതി. എന്തായാലും ആ മണി കണ്ടപ്പോ കൃഷ്ണൻ ചോദിച്ചു, ഇങ്ങോട്ട് തരൂ, മണി ഞങ്ങളുടെയാണെന്ന് ചോദിച്ചപ്പോ കൊടുത്തില്ല. അകത്ത് പോയിട്ട് അച്ഛനോട് പറഞ്ഞു, ഇതാ ഒരാൾ വന്നിരിക്കുന്നു, മണി അവരുടെയാണെന്നും പറഞ്ഞിട്ട് കൊടുക്കാനായിട്ടാണ്. ആരാൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ജാമ്പവൻ പുറത്തു വന്നു. അപ്പോൾ മണി തരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല, കാരണം ഞാൻ പ്രയാസപ്പെട്ട് സിംഹത്തിനെ കൊന്നിട്ട് കൊണ്ടുവന്നതാണ്. എല്ലാം ഇപ്പം ആ മണി വേണമെന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എന്നോട് ദ്വന്ദ്വയുദ്ധം ചെയ്തോളൂ, ജയിച്ചാൽ മണി കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൃഷ്ണൻ പറഞ്ഞു ശരി എന്നും പറഞ്ഞവർ ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ തുടങ്ങി. ഭാഗവതത്തിൽ പറയണത് 28 ദിവസം യുദ്ധം ചെയ്തു എന്നാണ്, രാത്രിയും പകലും നിർത്താതെ 24 hours 28 ദിവസം യുദ്ധം ചെയ്തു എന്നാണ്. പിന്നെ ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണനൊന്നും വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യാദവന്മാരൊക്കെ പേടിച്ചു, എന്തോ കൃഷ്ണന് സംഭവിച്ചു അകത്ത് എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് ദ്വാരകയ്ക്ക് വന്ന് അവിടെ ഉഗ്രസേന മഹാരാജാവിനോട് രുക്മിണിയോടൊക്കെ പറഞ്ഞു, ഇങ്ങനൊക്കെ നടന്നു, കൃഷ്ണൻ 12 ദിവസമായി കാണാനില്ല, എന്തോ സംഭവിച്ചു. അപ്പോൾ പരിതപിച്ച രുക്മിണി ദേവി കാർത്യായനിയെ പൂജിച്ചു, ഭഗവതിയെ പൂജിച്ചു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. തൻ്റെ മാംഗല്യത്തിന് വേണ്ടി കൃഷ്ണൻ തിരിച്ചു വരാൻ വേണ്ടി രുക്മിണി ദേവിയെ പൂജ ചെയ്തു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്തായാലും 28 ദിവസം യുദ്ധം ചെയ്ത് തളർന്ന അവസാനം കൃഷ്ണന്റെ ഇടി കൊണ്ട് ജാമ്പവാൻ താഴ്ത്തു വിടും. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുന്നത്. നമ്മളൊക്കെ സഹസ്രനാമം കൊണ്ടാണ് അർച്ചന ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ജാമ്പവാൻ ഇടിച്ചിട്ടാണ് ലക്ഷാർച്ചന ചെയ്യുന്നത്. 28 ദിവസമാകുമ്പോൾ ലക്ഷാർച്ചനയ്ക്ക് ആയിട്ടുണ്ടാവും അങ്ങോട്ട് ഇങ്ങോട്ടും. അപ്പൊ അന്നത്തെ കാലത്ത് ജാമ്പവാനെ ഒന്നും ഇടിച്ചു വീഴ്ത്താൻ ശക്തിയുള്ളവരാരുമില്ല. വൃദ്ധനായാലും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ശക്തിയുള്ള ആളാണ്. അപ്പൊ തന്നെ ഇടിച്ചു വീഴ്ത്താൻ ഭഗവാൻ അല്ലാതെ കണ്ട ശ്രീരാമചന്ദ്ര സ്വാമി അല്ലാതെ കണ്ട ആർക്കും കഴിയില്ല. മാത്രമല്ല അന്ന് പറഞ്ഞിരുന്നു, ദ്വാപരയുഗത്തില് ഞാൻ അവതരിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങയുടെ മകളെ വിവാഹം കഴിച്ചോളാം എന്നുള്ള ആ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ആ വാക്കുകളൊക്കെ ഓർമ്മ വന്നു. അപ്പം അങ്ങനെ കിടക്കുന്ന സമയത്താണ് നോക്കിയത്, ആരാ അങ്ങ്, എൻ്റെ സ്വാമി തന്നെയാണോ എന്നെല്ലാം ചോദിച്ച് തൊഴുതു. അപ്പം അതാ ആ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അതേ രൂപത്തിൽ ഭക്തനായിട്ടുള്ള ജാമ്പവാന് ദർശനം കൊടുത്തു. എന്നിട്ട് വീണ്ടും കൃഷ്ണന്റെ രൂപത്തിൽ ദർശനം കൊടുത്തു. അങ്ങനെ ആ 2 രൂപവും കാണാൻ ഭാഗ്യമുണ്ടായി അദ്ദേഹത്തിന്. തൊഴുതു, നമസ്കരിച്ചു, ചെയ്തതിലൊക്കെ പശ്ചാത്തപിച്ചു. അങ്ങനെ കാല് കഴുകി സ്വീകരിച്ച് പൂജ ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ ഇടിച്ചിട്ടാണല്ലോ പൂജ ചെയ്തതെന്ന് ഭഗവാൻ പറഞ്ഞു, അതൊന്നും പ്രശ്നമൊന്നുമില്ല, വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞൊക്കെ അനുഗ്രഹിച്ചപ്പോൾ പോകാൻ പുറപ്പെട്ടപ്പോൾ എനിക്ക് ഞാൻ വേണ്ടത് മണിയാണ്, അതിനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ മണി കൊടുത്തു. മണി കൊടുത്തിട്ട് പറഞ്ഞു, ഇല്ല അങ്ങനെ അങ്ങ് പോയാൽ പറ്റില്ല, കാരണം ഞാൻ ചെയ്തതിനൊരു എന്തെങ്കിലും ആ പശ്ചാത്താപത്തിന് എനിക്ക് മനസ്സ് സന്തോഷമാവാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ജന്മ അവതാരത്തിൽ തന്നെ തരാൻ കൊതിച്ചതാണ്, ഇപ്പോഴെങ്കിലും അങ്ങ് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ജാമ്പവതിയെ അനുഗ്രഹം ചെയ്ത് കൊടുത്തു. ജാമ്പവതിയെയും കൂട്ടിക്കൊണ്ട് ഭഗവാൻ ഇതാ ഇവിടെ ദേവി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രുക്മിണി ദേവി. അപ്പോഴാണ് പറഞ്ഞത് ഭഗവാൻ തിരിച്ചു വരുന്നുണ്ട്, കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഭഗവാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാമ്പവതി സമേതനായിട്ട് വന്ന ഭഗവാനെ രുക്മിണി ദേവി സ്വീകരിച്ചു. കാരണം അന്നൊക്കെ ക്ഷത്രിയന്മാർക്ക് ഇഷ്ടം പോലെ കല്യാണം കഴിക്കാന്നുള്ളത്. സ്വീകരിച്ചു കൊട്ടാരത്തിലേക്ക്. ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ മണിയുണ്ട്, സത്രാജ്യത്തിനെ വിളിച്ചു ഭഗവാൻ, ഇതാ നടന്നതിൻ്റെയൊക്കെ ആ സംഭവം മനസ്സിലായില്ലേ, ഇതാ നിങ്ങളുടെ മണി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് സത്രാജ്യത്തിൻ്റെ കയ്യിൽ മണി കൊടുത്തു. സത്രാജ്യത്ത് മണിയും കൊണ്ട് വീട്ടിലേക്ക് വന്നു.
വീട്ടിലേക്ക് വന്നപ്പോഴാണ് സത്രാജിത്തിനും ഒരു പശ്ചാത്താപം ഉണ്ടായത്. താൻ കൃഷ്ണനെ പറ്റി അപവാദം പറഞ്ഞു, ഇല്ലേ? വേണ്ടാത്ത അപവാദങ്ങളൊക്കെയാ പറഞ്ഞത്. ആ അപവാദത്തിൽ പേടിച്ച സത്രാജിത്ത് അതിനെന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണം, എന്നാൽ ജാമ്പവാൻ ചെയ്ത അതേ പ്രായശ്ചിത്തം തന്നെ താനും ചെയ്യാം എന്നങ്ങോട്ട് കരുതി. എന്താ പ്രായശ്ചിത്തം ചെയ്തത്? തൻ്റെ പുത്രിയായിട്ടുള്ള സത്യഭാമിയെ ഭഗവാന് കല്യാണം കഴിച്ചു കൊടുത്തു. കൂടെ എന്താ സമന്തകമണിയും കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, സത്യഭാമിയെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം, ഈ സമന്തകം എന്നുള്ളത് വേണ്ട. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതാ പെരുദോഷവും പല കാര്യങ്ങളും ഉണ്ടായി. അങ്ങനെ വെച്ചു, അങ്ങക്ക് കിട്ടിയതല്ല, അതിൻ്റെ എനിക്ക് ആവശ്യമില്ല, സത്യഭാമിയെ ഞാൻ ഇതാ സ്വീകരിച്ചിരിക്കണു എന്ന് പറഞ്ഞ് സത്യഭാമിയെയും സ്വീകരിച്ചു. അങ്ങനെ ഒരു സമന്തകം കൊണ്ട് ഭഗവാന്റെ 2 വിവാഹങ്ങൾ നടന്നു. രുക്മിണി ദേവിയായി, ജാമ്പവതിയായി, ഇതാപ്പോൾ സത്യഭാമിയെ വിവാഹം കഴിച്ചു. അതിനുശേഷം നടന്ന ഒരു ചെറിയ സംഭവം അവിടെ പറയുന്നുണ്ട്. ഈ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അത് സുന്ദരിയായിട്ടുള്ള സത്യഭാമിയെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് സത്രാജിത്ത് ശ്രുതധർമാവിന് പറയുന്നുണ്ട്. അവൻ മോഹിച്ചിരിക്കുക. ഇപ്പോൾ അവന് പകരം കല്യാണം കഴിച്ചു കൊടുത്തത് കൃഷ്ണനാണ്. അപ്പം അവന് കുറച്ച് അലോചയായി. അവൻ ചെന്നിട്ട് എന്ത് ചെയ്തു? പാണ്ഡവന്മാരെ അരക്കില്ലത്തിൽപ്പെട്ട് മരിച്ചു എന്നൊക്കെ ഒരു കുപ്രചരണം നടന്നു. വാസ്തവത്തിൽ ഭഗവാനെ അറിയാൻ മരിച്ചിട്ടൊന്നുമില്ല, എന്നാലും വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞ് നീ ഒരു ദുഃഖം അന്വേഷിക്കാൻ പോകണ്ടേ? അങ്ങനെ ദുഃഖം അന്വേഷിക്കാനായിട്ട് കൃഷ്ണനും ബലരാമസ്വാമിയും ഹസ്തിനാപുരത്തിലേക്ക് പോയിരിക്കുകയാണ്. ധൃതരാഷ്ട്രനെ കണ്ട് ദുഃഖമൻ വിചാരിക്കാനായിക്കൊണ്ട്. ആ സമയത്താണ് ഇവിടെ സത്യഭാമയുടെ അച്ഛനായിട്ടുള്ള സത്രാജിത്തിനെ സുതധന്വാവ് കൊല്ലുന്നത്. കൊന്നിട്ട് മണി കയ്യിൽ കിട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതായി. അപ്പോൾ ഈ അക്രൂരനും ഒക്കെ അതിന് കൂട്ടുണ്ടെന്നാണ് പറയണത്. കൃതവർമ്മനും ഒക്കെ കൂട്ടുണ്ടെന്നാണ് പറയണത്. ഉടനെ അത് സത്രാജിത്ത് പറഞ്ഞു, ഞാൻ ഈ മണിയൊന്നും കയ്യിൽ വെച്ചിരിക്കില്ല, കാരണം കൃഷ്ണൻ വന്നാൽ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയില്ല എന്ന് പറഞ്ഞ് മണിയെ കൃതധർമാവിന് കൊടുത്തു. കൃതധർമാവ് അത് അക്രൂരന് കൊടുത്തു എന്നാണ് പറയണത്. എന്തായാലും ഇവിടെ അച്ഛൻ മരിച്ചു എന്ന് കണ്ടപ്പോൾ സത്യഭാമയ്ക്ക് വളരെ മനസ്സിന് വിഷമമായി. രഥവും എടുത്തിട്ട്, നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ 3 പേരുണ്ട് രഥം ഓടിക്കുന്നവർ. ഒന്ന് കൈകേയി, രാമായണത്തിൽ നമുക്കറിയാം, ദശരഥൻ്റെ ഭാര്യ. രണ്ടാമത്തെ ഒരു കഥാപാത്രമാണ് സത്യഭാമ. ഇനി 3ാമത്തെ ഒരു കഥാപാത്രം വരുന്നുണ്ട്, സുഭദ്ര. ഇവരൊക്കെ രഥം ഓടിച്ചിരുന്നവരാണ്. തേര് കളിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നവരാണ്, പഠിച്ചവരായിരുന്നു. സ്വയം തേരുമെടുത്ത് അങ്ങോട്ട് പോയി ഹസ്തിനാപുരത്തിലേക്ക്. എന്നിട്ട് കൃഷ്ണന്റെ മുമ്പിൽ കരഞ്ഞു, പറഞ്ഞത് എൻ്റെ അച്ഛനെ ഇങ്ങനെ സുധർമാവ് കൊന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഇതിപ്പോൾ എന്താ, ഭാര്യ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ, ഉണ്ടായിരുന്നാൽ പറ്റില്ല. ശരിയെന്നും പറഞ്ഞ് കയറെന്നും പറഞ്ഞ് ആ രഥത്തിൽ തന്നെ ഇവിടെ വന്നു. സുധർമാവിനെ അന്വേഷിച്ചു പോയി. അവസാനം എവിടെയായിരിക്കുന്നുള്ളത് അറിഞ്ഞു. ചെന്നു. സുധർമാവിനെ ഭഗവാൻ വധിക്കും, മോക്ഷം കൊടുക്കും. എന്നിട്ട് അവനൊക്കെ തിരഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ കയ്യിലൊന്നും ഈ സാധനം കാണുന്നില്ല. ഈ സാധനം അക്രൂരർക്ക് കിട്ടി. ഈ അക്രൂരര് ഷൊഫൽക്കൻ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ പുത്രനാണ് ഈ അക്രൂരര്. ഷൊഫൽക്കൻ്റെ ഭാര്യ, അതായത് ഈ അക്രൂരൻ്റെ അമ്മ കാശി രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ഗാന്ധിനിയാണ്. അപ്പോൾ തൻ്റെ അമ്മയുടെ ദേശമായിട്ടുള്ള കാശി രാജ്യത്തിലേക്ക് പോയിരിക്കുക ഈ മണിയും കൊണ്ടാൽ അക്രൂരർ. ഇവിടെ നിന്നാൽ ശരിയാവില്ല. അക്രൂരർ അവിടെ പോയി 8 ധനം സ്വർണം കിട്ടും. 8 ധനം സ്വർണം കിട്ടിയാൽ അതിനെ എല്ലാവർക്കും ഇങ്ങനെ അവിടെ വീതിച്ചു കൊടുക്കുന്നപ്പോൾ വലിയ പ്രശസ്തിയായി. അങ്ങനെ ഒരു മഹാത്മാവ് വന്നിട്ടുണ്ട്, ഡെയിലി സ്വർണം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അവിടെ വലിയ ക്യൂ ആണ്. റേഷൻ കടയിൽ നിൽക്കുന്നത് മാതിരി സ്വർണം മേടിക്കാൻ വിദ്യാർത്ഥികൾ കിട്ടും. ഇവിടെ ദ്വാരകയിൽ മഴയൊന്നും അങ്ങനെ പെയ്യുന്നില്ല. അപ്പോൾ ഈ ഷൊഫൽക്കന് ഒരു അനുഗ്രഹമുണ്ട്. അദ്ദേഹമുള്ള സ്ഥലത്ത് ധാരാളം വർഷം ചൊരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വർഷം ചൊരിയിക്കാനായിട്ട് കാശി രാജാവ് ഒരിക്കലും വിളിച്ച് അവിടെ പോയി വർഷം ചൊരിയിപ്പിച്ചപ്പോഴാണ് തൻ്റെ മകളായിട്ടുള്ള ഗാന്ധിനിയെ വിവാഹം കഴിച്ചു കൊടുത്തത്. അവർക്കുണ്ടായ സന്താനമാണ് ഇയാൾ അക്രൂരൻ. അപ്പം അക്രൂരനും അതിൻ്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പം അക്രൂരൻ ഇവിടെ ഇല്ലാത്തത് കാരണം കൊണ്ടാണ് ഈ മഴ പെയ്യാത്തത് എന്നുള്ള ഒരു വർത്തമാനം വന്നു. അക്രൂരൻ എവിടെയാണെന്ന് അന്വേഷിച്ചു. കാശിയിലാണെന്ന് മനസ്സിലായി. ഭഗവാൻ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള വിവരം അക്രൂരന് കാശിയിൽ മനസ്സിലായപ്പോൾ
ഇനി താൻ നേരെ പോയിട്ട് കാലിൽ വീണ് നമസ്കരിച്ച് ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമസ്കരിക്കുക ഭഗവാൻ, അതേ നിവൃത്തിയുള്ളൂ എന്ന് വിചാരിച്ച് അക്രൂരം മണിയും കൊണ്ട് വരുന്നു. സുധർമാവ് എന്ന് പറഞ്ഞ ഭഗവാന്റെ ആ സദസ്സിലേക്ക് വന്ന് ഭഗവാനെ നമസ്കരിച്ച് മണിയൊക്കെ കൊടുത്തിട്ട് പറയും, എനിക്ക് തെറ്റുപറ്റിയതാണ് എന്നെല്ലാം അക്രൂരൻ പറയുന്ന ഭാഗങ്ങൾ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ആ സന്ദർഭോപാഖ്യാനം അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഭഗവാന്റെ മറ്റുള്ള ഇപ്പം 3 കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, ഇനിയുള്ള ബാക്കിയുള്ള കല്യാണങ്ങളെയാണ് വിസ്തരിച്ചിട്ട് പറയുന്നത്. ആ കല്യാണങ്ങളെ പറയുന്ന സമയത്താണ് 5 കല്യാണങ്ങൾ. അഷ്ടമഹിഷിയാണല്ലോ ഭഗവാന്. അഷ്ടമഹിഷിമാരിൽ 3 പേരുടെ കല്യാണം ഇവിടെ പറഞ്ഞു. ഇനി ബാക്കിയുള്ളവരുടെ കല്യാണങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അതിലാദ്യമായിട്ട് പറയുന്നത് കാളിന്തിയെ വിവാഹം ചെയ്തതാണ്. ഭഗവാൻ ഒരിക്കൽ ഹസ്തിനാപുരത്തിലേക്ക് പോയിരുന്ന സമയത്ത് അവിടുന്ന് വൈകിട്ട് അർജുനനുമായിട്ട് ഇങ്ങനെ കാളിന്തി തീരത്തിൽ ഉല്ലാസാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു കന്യക ഇരുന്നു കൊണ്ട് തപസ് ചെയ്യുന്നത് കണ്ടു അർജുനൻ. അടുത്ത് ചെന്നു അർജുനൻ ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. ഞാൻ സൂര്യപുത്രിയാണ്, പേര് കാളിന്തി എന്നാണ്. എന്തിനാ നീ തപസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണനെ ഭർത്താവായി കിട്ടാനാണ് ഞാൻ തപസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു, എന്നാൽ ഇന്നത്തെ തപസ് സാഫല്യമായി എന്ന് വിചാരിച്ചോ? കൃഷ്ണദാ വന്നിട്ടുണ്ട്, വായു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ കൃഷ്ണൻ അവിടെ സ്റ്റേജിൽ അവിടെ നിൽക്കുകയായിരുന്നു. കൂട്ടിക്കൊണ്ടുവന്നു. ഭഗവാൻ നോക്കി പറഞ്ഞു, ഞാനാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുക, അവിടെ പോയാൽ ആരെയും കൊണ്ടുവരിക, നീയും തുടങ്ങിയ അർജുനാണ്, എല്ലാം എൻ്റെ അല്ല അങ്ങക്ക് കിട്ടിയിട്ടാന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാൻ അങ്ങനെ കാളിന്തിയെ സ്വീകരിച്ച് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ 4ാമത്തെ വിവാഹം സൂര്യപുത്രിയായിട്ടുള്ള കാളിന്തിയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. ഭഗവാന്റെ 5ാമത്തെ ഭാര്യയാണ് അവന്തി രാജകുമാരിയായിട്ടുള്ള മിത്രവിന്ദിയാണ് കല്യാണം കഴിക്കുന്നത്. വസുദേവരുടെ സഹോദരിയായിട്ടുള്ള രാജാദേവിയുടെ പുത്രിയാണ് ഈ മിത്രവിന്ദ. സഹോദരന്മാരെ കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാൻ അനുവദിച്ചില്ല. അവരെ സ്വയംവരം വെച്ചു, കൃഷ്ണന് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഭഗവാൻ ആ സ്വയംവരത്തിൽ പോയി രാക്ഷസ വിധാനേന അവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവരും. ആരെങ്കിലും യുദ്ധം ചെയ്ത് ജയിക്കുകയാണെങ്കിൽ. ക്ഷത്രിയന്മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഭീഷ്മരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ, കാശി രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള അംബാംബികാംബാലികയൊക്കെ. അത് പ്രകാരം ഇതാ കൊണ്ടുവന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ മിത്രവിന്ദയുടെ വിവാഹം കഴിഞ്ഞ് അടുത്തതാണ് നഗ്നജിത്തിന്റെ പുത്രിയായിട്ടുള്ള സത്യയെ ഭഗവാൻ വിവാഹം കഴിക്കുന്നത്. അത് വലിയൊരു മത്സരം ജയിച്ചുകൊണ്ടാണ് ഭഗവാൻ സത്യയെ വിവാഹം കഴിക്കുന്നത്. എന്താ മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 കാളകൾ. ഈ കാളകള് സാധാരണമായിട്ടുള്ള കാളകളല്ല, ആരാലും അടക്കാൻ കഴിയാത്ത 7 കാളകൾ. ഈ 7 കാളകളെയും ഒരുമിച്ച് ആരാണോ പിടിച്ച് കെട്ടി തൻ്റെ വശത്താക്കുന്നത് അവർക്ക് പുത്രിയെ കൊടുക്കുള്ളൂ എന്ന് ഒരു സ്വയംവരം തീരുമാനിക്കും നാഗ്നജിത്ത്. ആ നാഗ്നജിത്തിന്റെ പുത്രിയാണ് സത്യ. അപ്പൊ അവളുടെ വിവാഹത്തിനുള്ള ഒരു കരാറാണിത് സ്വയംവരത്തിന്. പല രാജാക്കന്മാരൊക്കെ അവിടെ വരുന്നുണ്ടെന്നാണ് പറയണത്. അവരാലൊന്നും ഈ 7 കാളകളെ പിടിച്ചു കെട്ടാൻ നിവൃത്തിയില്ലാണ്ട് വരും. അവസാനം ഭഗവാൻ അത് മനസ്സിലാക്കി അവിടെ ചെന്ന് ഈ 7 കാളകളെയും പിടിച്ചു കെട്ടി സത്യയെ ഭഗവാൻ വിവാഹം കഴിക്കുന്നതായിട്ടുള്ളത്. അങ്ങനെ 6ാമത്തെ വിവാഹം സത്യയെ വിവാഹം കഴിച്ചതിന് ശേഷം അടുത്തതായിട്ട് വിവാഹം കഴിക്കുന്നത് ഭദ്രയാണ്. കൃഷ്ണന്റെ അച്ഛനായിട്ടുള്ള വസുദേവരുടെ ഒരു സഹോദരിയാണ് ശ്രുതകീർത്തി. ഈ ശ്രുതകീർത്തിയുടെ കേകയ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ പുത്രിയാണ്. ഈ ശ്രുതകീർത്തിയുടെ പുത്രിയെ അവരുടെ എല്ലാവരുടെയും സമ്മതപ്രകാരം വിധിപ്രകാരം ഭഗവാൻ ഭദ്രയെ കല്യാണം കഴിക്കും. അപ്പോൾ ഭഗവാന്റെ 16,108 വിവാഹങ്ങളിൽ ശരിക്ക് പറയുകയാണെങ്കിൽ മുഹൂർത്തമൊക്കെ ഉണ്ടായി. എല്ലാവരും വന്ന് ആ വിധിയ മണ്ണം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുന്നത് ഭദ്രയെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഓരോ പന്തയം ജനിച്ച് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണ് വിവാഹം.
ഭദ്രയെ അങ്ങനെയല്ല, മുൻകൂട്ടി തന്നെ തീരുമാനിച്ച് വേണ്ട വിധത്തിൽ. ഇപ്പം നമ്മളൊക്കെ എങ്ങനെ ഒരു കല്യാണം നടത്തുക, നമ്മുടെ കുട്ടികളെ അതേമാതിരി വിവാഹം കഴിച്ചു കൊടുത്തു ബദ്രി എന്ന് പറഞ്ഞിട്ടാണ്. അവസാനം ഭദ്ര രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ലക്ഷ്മണയെ സ്വയംവരത്തിൽ വെച്ച് വിവാഹം കഴിക്കും ഭഗവാൻ. ദ്രൗപദിയെ പണ്ട് അർജുനൻ വിവാഹം കഴിച്ചു. പക്ഷെ അതിലും കടുപ്പമായിട്ടുള്ള ഒരു ഇതായിരുന്നു. താഴത്തെ ജലത്തിൽ പോകുന്ന മത്സ്യത്തിന് മത്സ്യത്തിൻ്റെ ഛായ, മുകളിൽ മത്സ്യം ചുറ്റുന്നുണ്ട്, താഴത്തെ ജലത്തിലെ മത്സ്യത്തിൻ്റെ ഛായ, ആ ഛായയെ നോക്കിക്കൊണ്ട് ആ മത്സ്യത്തിൽ അമ്പെയ്ത് വീഴ്ത്തണം. അതായിരുന്നു ആ സ്വയംവരത്തിൻ്റെ ഉടമ്പടി. അർജുനനടക്കം ആർക്കും അതിന് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഭാഗവതത്തിൽ. ഭഗവാൻ ആ സ്വയംവരത്തിൽ പങ്കെടുത്ത് അത് ചെയ്ത് അങ്ങനെ ലക്ഷ്മണയെ വിവാഹം കഴിച്ചു എന്നവിടെ പറയുന്നു. ഇതോടുകൂടി ഭഗവാന്റെ അഷ്ടമഹിഷി വിവാഹങ്ങൾ അവിടെ കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ കഥാ താല്പര്യമൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് അവിടെ ഗീതയിലെ വാക്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഭൂമിരാവോ നലോ വായോ ഖമ്മനോ ബുദ്ധിരേവജ അഹങ്കാരം വിധിയാന്മേ ഭിന്ന അഷ്ടപ്രകൃതയ എന്നവിടെ പറയുന്നു. ഈ ഭഗവാന്റെ 8 പത്നിമാര് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങള്, നമ്മുടെ 3 അന്ധകരണങ്ങള്, മനസ്സ്, ബുദ്ധി, ചിത്തം. ഈ 8നെയാണ് ഭഗവാന്റെ അഷ്ടമഹിഷികള് എന്ന് പറയുന്നത് എന്നൊക്കെ ആചാര്യന്മാർ പറയും. അത് വെറുതെ പറയുന്നതല്ല. ഇപ്പൊ ഈ കഥാരൂപത്തിലൊക്കെ അത് നമ്മൾ കേട്ടുപോയി. ഇനി ഇവരെ ഭഗവാൻ വിവാഹം കഴിക്കുന്നതും അവരുടെ ആ കഥയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ അഷ്ടപ്രകൃതികളെ തന്നെയാണ് ഈ 8 പേരും റെപ്രസെന്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അതിൻ്റെ താല്പര്യത്തിലേക്ക് ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. ജാമ്പവതി മനസ്സിന്റെ പ്രതീകമാണെന്നാണ് പറയുന്നത്. സത്യഭാമ ഭൂമിയുടെ പ്രതീകമാണ്. കാളിന്തി ജലത്തിന്റെ പ്രതീകമാണ്. അങ്ങനെ പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, സത്യഭാമ. അപ്പോ ഓരോരുത്തരുടെയും ആ കല്യാണം കഴിക്കുന്ന വിധവും അവരുടേതായിട്ടുള്ള നടപ്പും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ അഷ്ടപ്രകൃതികളാണ് ഭഗവാന്റെ അഷ്ടമഹിഷികൾ എന്നൊക്കെ അവിടെ പറയുന്നു. ഏതായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ശ്രീശുഖൻ പരീക്ഷത്തിനോട് പറയും, ഇവരെയൊക്കെ ഇങ്ങനെ കല്യാണം കഴിച്ചുവെങ്കിലും ഭഗവാൻ ഇത് കൂടാതെ കണ്ടും 16,000 ചെല്ലാനും പിന്നെയും കല്യാണം കഴിക്കും. ഒരു തരത്ത് 16,000 എന്ന് പറഞ്ഞു, ഒരു തരത്ത് 16,100 എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ വേറെയാണ് എന്തോ അവിടെ. അങ്ങനെ 16,100 കല്യാണം വേറെയും കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ആ കഥയൊന്നും എനിക്ക് കേൾക്കണം. എങ്ങനെയാണ് കല്യാണം കഴിച്ചത് ഇത്രയും അധികം പേര് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ നരകാസുരവധം എന്ന് പറഞ്ഞ കഥയെ അവിടെ ദീർഘമായിട്ട് പറയുന്നത്. ഈ നരകാസുരൻ പണ്ട് ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ച സമയത്ത് ഭൂമിദേവിയിൽ ജനിച്ചവനാണ്. ഭഗവാന് ഭൂമിദേവിയിൽ ജനിച്ച പുത്രനാണ് ഈ നരകാസുരൻ. അവൻ ജനിച്ചപ്പോൾ തന്നെ ഒരു മനുഷ്യനെ പിടിച്ചങ്ങോട്ട് വിഴുങ്ങിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവനെ നരകാസുരൻ എന്നുള്ള പേര് കിട്ടി. നരനെ വിഴുങ്ങിയത് കാരണം കൊണ്ട് നരകാസുരൻ എന്ന് പേര് കിട്ടിയെന്നാണ് പറയുന്നത്. ഖലനാണ്, ദുഷ്ടനാണ്. ഈ നരകാസുരൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണ്. അവനെ അങ്ങനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും കഴിയില്ല. ഈ നരകാസുരൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇന്ദ്രന്റെ അമ്മയായിട്ടുള്ള അതിഥി ദേവിയുടെ കുണ്ടലങ്ങള്, വരുണന്റെ ഛത്രം, ഇതൊക്കെ കട്ടുകൊണ്ടുപോകും. ഇതൊക്കെ കട്ടുകൊണ്ടുപോയപ്പോൾ അതിഥി ദേവി കരയും, എൻ്റെ കുണ്ടലങ്ങളൊക്കെ ഇതാ കട്ടുകൊണ്ടുപോയിരിക്കുന്നു ഈ നരകാസുരൻ. അപ്പൊ അവനുമായിട്ട് ഇന്ദ്രൻ യുദ്ധം ചെയ്യാൻ പോകും. ഇത് തിരിച്ചു കൊണ്ടുവരാൻ ദേവഗണങ്ങളുമായിട്ടൊക്കെ ഇന്ദ്രൻ പോയി യുദ്ധം ചെയ്താലും നരകാസുരനോട് തോറ്റു തിന്നാൻ പാടി തിരിച്ചു വരും. ജയിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ നരകാസുരൻ ഒരു വരം എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ആജ്ഞയില്ലാതെ അനുജ്ഞയില്ലാതെ
എന്നെ ആരും വധിക്കാൻ പാടില്ല എന്നുള്ള ഒരു വരം ബ്രഹ്മാവിൽ നിന്നും മേടിച്ചിട്ടുണ്ട്. ആരെ? ഈ നരകാസുരൻ. എന്താണ് ഒരു വരം മേടിച്ചെന്ന് പറഞ്ഞാൽ ഒരമ്മയും പുത്രനെ വധിക്കാനായിട്ട് പറയില്ല. പറയൂ? അപ്പൊ അമ്മ പറയില്ല എൻ്റെ മകനെ വധിച്ചോളൂ. അപ്പൊ അമ്മ നിത്യ കൊടുക്കില്ല. അപ്പൊ എനിക്ക് വൃത്തി ഉണ്ടാവില്ല. അങ്ങനെ ഒരു വരം മേടിച്ച് ആ വരത്തിന്റെ അഹന്തയിലാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത്. അവസാനം നിവൃത്തിയില്ലാതെ കണ്ടപ്പോൾ അതിഥിദേവി, ദേവമാതാവായിട്ടുള്ള അതിഥിദേവി കൃഷ്ണനെ ഭജിക്കും, കൃഷ്ണനെ സ്മരിക്കും. കൃഷ്ണൻ വരും, എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, അവൻ ഇങ്ങനെ ഈ അസുരൻ എൻ്റെ ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും അത് തിരിച്ചു കൊണ്ടുവന്ന് തരണം. വരുണനും കംപ്ലൈൻറ്റ് പറയും, എൻ്റെ ചത്രവും എടുത്തു പോയി അവൻ എന്നൊക്കെ. എന്തായാലും ഭഗവാൻ യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ സത്യഭാമയും കൊണ്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്. കാരണം ഈ സത്യഭാമ ഭൂമിയുടെ തന്നെ അവതാരമായിട്ട് ജനിച്ചവളാണത്. ഭൂമിദേവിയുടെ അവതാരമാണ് സത്യഭാമ. ഞാൻ പറഞ്ഞിട്ട് നേരത്തെ അഷ്ടമഹിഷികള എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിൽ സത്യഭാമ ഭൂമിയാണ് പ്രതിനിധീകരിക്കുന്നത്. ഭൂമിയുടെ അവതാരമാണ്. ഈ സത്യഭാമയും കൊണ്ട് ഭഗവാൻ പോയത് കാരണം ആ നരകാസുരൻ്റെ വരം കാരണം. അവിടെ ചെന്ന് യുദ്ധം ചെയ്യും നരകാസുരനുമായിട്ട്. അവസാനം അവൻ്റെ അസ്ത്രശസ്ത്രങ്ങളെ രഥമെല്ലാം മുറിക്കും. അവനും ഇങ്ങോട്ട് കുറെ യുദ്ധം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ ഇങ്ങനെ വെറുതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ അടുത്ത് സത്യഭാമ ഭഗവാനോട് പറയും, എത്ര നേരം ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, അവനങ്ങോട്ട് വധിക്കൂ വേഗം, എന്നിട്ട് വേണ്ടേ നമുക്ക് പോവാൻ എന്ന് സത്യഭാമ പറഞ്ഞു. ഇത് കേൾക്കാനിരുന്നതാ ഭഗവാൻ. കാരണം അമ്മ പറയണം, എന്നാലേ വധിക്കാൻ പാടുള്ളൂന്നല്ല. അപ്പൊ ഭൂമിദേവിയാണ് അമ്മ, ഭൂമിയുടെ അവതാരമാണ് സത്യഭാമ എന്നുള്ളത് കാരണം കൊണ്ട് സത്യഭാമ പറഞ്ഞപ്പോൾ ഭൂമിദേവി അവൻ്റെ അമ്മ പറഞ്ഞതിൻ്റെ തുല്യായി എന്നുള്ളതായി ഉടനെ ഭഗവാൻ അവൻ്റെ കഥ കഴിക്കും, നരകാസുരനെ വധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ നരകാസുരനെ വധിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ കൊട്ടാരത്തിനകത്ത് അവൻ ഒരുപാട് കന്യകമാരെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ആരോ അവനോട് പറഞ്ഞു, ഒരുപാട് കന്യകമാരെ 21,000 പേരെ ഒരുമിച്ച് ബലി കൊടുത്താൽ ഇവന് പിന്നെ മരണം തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു എന്നുള്ള. അതിനുവേണ്ടി അവൻ ഈ എവിടെ പോയാലും ഈ കന്യകമാരെയൊക്കെ കിട്ടുന്നവരൊക്കെ പിടിച്ചു കൊണ്ടുവന്ന ഇവിടെ തടങ്കിലെത്തി വെച്ചിരുന്നതാണ്. എന്തായാലും അവരെയെല്ലാം ഭഗവാൻ മോചിപ്പിക്കും. ആ നരകാസുരനെ വധിച്ച് അവൻ്റെ കൽത്തുറത്തിൽ നിന്ന് മോചിപ്പിക്കും. അതേമാതിരി ആ കുണ്ടലങ്ങളെല്ലാം കൊണ്ടുപോയി അതിദേവിക്ക് കൊടുക്കും. അപ്പം അതിനു മുമ്പ് ഈ കന്യകമാരെയൊക്കെ മോചിപ്പിച്ച പൊക്കോളൂ വീട്ടിലേക്ക് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ പറയും, ഞങ്ങളെങ്ങനെയാണ് പോവുക? കാരണം എത്രയോ കാലമായി ഇവൻ്റെ ഇതിൽ കിടക്കുകയാണ്, വീടുണ്ടോ ആൾക്കാരുണ്ടോ അറിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയാലും അന്നത്തെ സമാജത്തിലൊന്നും വീട് വിട്ട് അറിയാതെ പോയിക്കഴിഞ്ഞു പറഞ്ഞാൽ ആ കുട്ടികളൊന്നും സ്വീകരിക്കില്ല. അപ്പം ഞങ്ങളെ സമാജം സ്വീകരിക്കില്ല, ഞങ്ങളെ വേശ്യകള എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തും. അത് കാരണം അന്ന് തന്നെ അഭയം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ സന്തോഷിച്ചു. അവരെ കൊണ്ടുപോയി വേണമെങ്കിൽ ദ്വാരകയിൽ അങ്ങനെ തന്നെ താമസിപ്പിക്കാം. പക്ഷെ അങ്ങനെ താമസിപ്പിച്ചാൽ അവർക്ക് ഒരു നല്ല പേരല്ല കിട്ടുക, അവർക്ക് നല്ല പേരുണ്ടാവണം. ഒരിക്കലും ജനങ്ങൾ അവരെ ദുഷിച്ചുകൊണ്ട് കാണരുത് എന്ന് പറഞ്ഞ് തൻ്റെ പത്നിയായിട്ട് തന്നെ ഈ 16,100 പേരെ സ്വീകരിച്ചു. ആ കല്യാണമൊക്കെ ഗംഭീരമായിട്ട് ഒരേ മണ്ഡപത്തിൽ വെച്ചിട്ട് 16,100 പേരെ, കൃഷ്ണൻ 16,100 ശരീരം സ്വീകരിച്ച് എല്ലാവരെയും ഒരുമാതിരി കല്യാണം കഴിച്ച് അവർക്കെല്ലാം ദ്വാരകയിലെ ഒരേമാതിരി വിശ്വകർമാവിനെ കൊണ്ട് കൊട്ടാരങ്ങൾ പണിയിച്ചു, എല്ലാ സൗകര്യങ്ങളും ഒരേമാതിരി ചെയ്തു കൊടുത്തു എന്നൊക്കെ അവിടെ കഥകൾ പറയുന്നു. അവരിലും ബാക്കിയുള്ള പത്നിമാരിലുമെല്ലാം ഭഗവാന് 10 പുത്രനുണ്ടായി. പിന്നെ ഓരോരോ പെൺകുട്ടിയും ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഭാഗവതത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുന്നില്ല. വിഷ്ണു പുരാണത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായി എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ താത്വികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഷ്ടമഹിഷികള് ഈ പ്രകൃതിയുടെ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ഫലങ്ങളാണ് 16,100 എന്ന് പറയുന്നത്. അതിൽ നിന്നും ജനിക്കുന്ന ചിന്തകളാണ് ഈ പുത്രപുത്രന്മാരായിട്ടൊക്കെ കണക്കാക്കുന്നത് എന്നൊക്കെ അങ്ങനെ താത്വികത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകും. എന്തായാലും നമുക്കിപ്പോൾ കഥ അങ്ങനെ പറഞ്ഞു പോവാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ 16,108 പേരെ കല്യാണം കഴിച്ച കഥകളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് അടുത്തതായിട്ട്
60-ാമത്തെ ഇതിൽ കർഹിജിൽ എന്ന് പറഞ്ഞ ഒരു അധ്യായം ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിൻ്റെ ഒരു കഥയാണ്. അവിടെ ഭഗവാൻ വിശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ വെഞ്ചാമനം വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു രുക്മിണി ദേവി. അപ്പോഴാണ് തമാശയ്ക്ക് ഭഗവാൻ പറഞ്ഞത്, എന്നെ കണ്ട മുപ്പത്തെക്കാട്ടിലൊക്കെ നല്ല സൗന്ദര്യമുണ്ട് കേട്ടോ, 10 കുട്ടികളൊക്കെ ആയി എന്ന് പറഞ്ഞാലും കണ്ടാൽ പറയില്ല, എപ്പോഴും കല്യാണം കഴിക്കാത്തവളാണെന്നാ പറയുക, അത്ര സുന്ദരിയാണ് നീ എന്നൊക്കെ പറഞ്ഞപ്പോൾ രുക്മിണി ദേവി വിചാരിച്ചു, എന്നെ പുകഴ്ത്തി പറയില്ല എന്ന് പറഞ്ഞ രസത്തിൽ കേട്ടു. പക്ഷെ അതുവരെ രസമുണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ഭഗവാൻ പറയുന്നു തുടങ്ങി കേട്ടപ്പോൾ രുക്മിണി ദേവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ, അന്ന് നീ ഒരു കത്തൊക്കെ കൊടുത്തയച്ചു, തൽക്കാലം ഞാൻ ആലോചിച്ചില്ല, തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു, അതൊക്കെ നടന്നൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് നോക്കിയാൽ നമ്മൾ തമ്മിൽ യാതൊരു യോജിപ്പുമില്ല. ഇതൊക്കെ ആരാന്ന് പറഞ്ഞാൽ വിദർഭ രാജാവിൻ്റെ കുമാരിയാണ്, രാജ്യങ്ങളൊക്കെ ഉള്ള രാജകുമാരിയൊക്കെയാണ്. എനിക്കെവിടെ രാജ്യവും കാര്യങ്ങളും പഠിപ്പും സ്വത്തും സമ്പത്തും ഒന്നും ഇല്ലാത്ത ഒരാളാണ്. മാട് പയ്യനെ വെച്ച് നടന്ന് വെണ്ണയും പാലും ഇതൊക്കെ വിറ്റ് നടന്ന ഒരു പരമ്പരയൊക്കെ എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തന്നെ പറ്റി തന്നെ ഒരു ചില ദൂഷ്യങ്ങൾ പറയുക. അതേസമയത്ത് രുക്മിണിയെ കെട്ടിക്കൊണ്ട് കുറേ കാര്യങ്ങൾ പറയുക. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴും സമയമൊന്നും അധികം വൈകിട്ടൊന്നുമില്ല, ഞാനറിഞ്ഞത് ശിശുപാലൻ ഇപ്പോഴും നീ പോയാൽ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ വേണമെങ്കിൽ പോവാൻ ഞാൻ തന്നെ കൊണ്ടാക്കാം, ശിശുപാലനോട് പറഞ്ഞ് ശിശുപാലൻ തന്നെ സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ കയ്യിൽ നിന്ന് വെഞ്ചാമരമൊക്കെ വീണു, മോഹാലസ്യപ്പെട്ട് വീണു. ആര്? രുക്മിണി ദേവി. ഉടനെ ഭഗവാൻ തൻ്റെ 4 കൈകളും കൊണ്ട് 2 കൈകൾ കൊണ്ട് എടുത്ത് ഒരു കൈ കൊണ്ട് വീശി കൊടുത്തു, ഒരു കൈ കൊണ്ട് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ചു, എണീറ്റു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, കാരണം ഞാൻ തമാശ പറയുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ഇങ്ങനെ ചുവന്നു വരുന്നത് കാണുമ്പോൾ കാണാൻ നല്ല എന്ത് ഭംഗിയായിരുന്നു, രസമുണ്ടായിരുന്നു, അത് കാരണം ഞാൻ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് രുക്മിണി ദേവിയെ ആശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഭഗവാനി പറഞ്ഞ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മറുപടികൾ പറഞ്ഞില്ലേ. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സർവജ്ഞനായിട്ടുള്ള അങ്ങേക്ക് ഇനി എന്താ പഠിക്കാനുള്ളത്, ഏതൊരു മുഖത്തു നിന്നാണ് വേദം വന്നത്, അറിവ് വന്നത്, അങ്ങേക്ക് എന്താ പഠിക്കാനുള്ളത്? ഈ ത്രിഭുവനങ്ങളും അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട അങ്ങയുടെയാണ്. അപ്പോൾ അങ്ങയ്ക്ക് പിന്നെ ഒരു കൊട്ടാരം പ്രത്യേകിച്ച് ഇതിനകത്ത് വേണോ എന്നുള്ള രീതിയിൽ ആ ഭഗവാന്റെ മഹിമകളെയെല്ലാം അവിടെ പറയുന്നതായിട്ടുള്ള ആ രുക്മിണി ശ്രീകൃഷ്ണ സംവാദം കർഹിജിൽ അധ്യായം എന്ന് പറഞ്ഞതിൽ കൂടി അവിടെ അവതരിപ്പിച്ചു. പിന്നീട് ആ കൃഷ്ണന്റെ ആ വംശത്തിനെയൊക്കെയാണ് പറയണത്. ഓരോരുത്തരും ജനിച്ച കുട്ടികളുടെ രുക്മിണിയിൽ ജനിച്ച കുട്ടികൾ ആരൊക്കെയാണ്, സത്യഭാമയിൽ ജനിച്ചത്, ജാമ്പവതിയിൽ ജനിച്ച അവരുടെ പേരുകളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തരും ജനിച്ച 10 പുത്രന്മാരുടെ പേരുകളെയൊക്കെ അവിടെ വിശദമായിട്ട് കൊടുത്ത് ആ വംശത്തിനെയൊക്കെ അവിടെ പറയുന്നതാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. കാരണം നമുക്ക് എല്ലാം അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റില്ല, ചിലതൊക്കെ നമുക്ക് വിടേണ്ടി വരും. പിന്നെ ഇതൊക്കെ ആ പേരുകളാണ് അവിടെ കൊടുത്തുകൊണ്ട് പോകുന്നത്, അത് കാരണം കൊണ്ട്. അതിനുശേഷം പറയുന്ന ഒരു കഥയാണ് ബാണയുദ്ധം എന്നുള്ള കഥ. അത് കേൾക്കണമെന്ന് പരീക്ഷിത്ത് ആഗ്രഹിച്ചത് പ്രകാരം ആ ബാണയുദ്ധം എന്ന കഥ പറയുന്നു. ഞാൻ ഗുരു ശ്രീശുഖനോട് പരീക്ഷിച്ച് പറയുക, ശങ്കരനാരായണനും ശങ്കര ഭഗവാനും കൂടിയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അതൊന്നും എനിക്ക് പറഞ്ഞു തരണം. അതെങ്ങനെയാണ് നടന്നത്? സാക്ഷാൽ മഹാദേവനും മഹാവിഷ്ണുവും തമ്മിലുള്ള ഒരു യുദ്ധവും ആ കഥയൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ബാണാസുരന്റെ കഥ അവിടെ പറയുന്നത്. മഹാബലിയുടെ പുത്രനാണ് ഈ ബാണാസുരൻ. മഹാബലിക്ക് പ്രഹ്ലാദൻ, വിരോചനന്റെ പുത്രൻ മഹാബലി, മഹാബലിയുടെ മൂത്ത പുത്രനാണ് ബാണൻ. ശോണിതപുരം എന്നാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ പേര്. ഈ ബാണാസുരൻ വലിയ ശിവഭക്തനാണ്. എപ്പോഴും കൈലാസത്തിൽ പോയി തൻ്റെ കൈ കൊണ്ട് ഉടുക്ക് പൊട്ടി മഹാദേവനെ പ്രീതിപ്പെടുത്തും, മഹാദേവന്റെ കീർത്തനങ്ങൾ പാടും. മഹാദേവൻ വളരെ ആശുദോഷിയാണല്ലോ ഭഗവാൻ. മഹാദേവൻ പെട്ടെന്ന്, ആശുദോഷി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സന്തോഷിക്കും. ഇവൻ എപ്പോഴും വന്ന്
ഈ പാട്ടൊക്കെ ഉടുക്കുപൊട്ടി പാടുന്നത് കേട്ടപ്പോൾ സന്തോഷിച്ചിട്ട് മഹാദേവൻ പറഞ്ഞു, ഒരു കയ്യ ഒരു ഉടുക്ക വെച്ചിട്ട് ഈ രണ്ട് കൈ കൊണ്ടുവൻ ഇത്ര കൊട്ടി പാടുന്നുണ്ടെങ്കിൽ ധാരാളം എൻ്റെ കീർത്തനങ്ങൾ പാടാൻ എന്നും പറഞ്ഞ് ഒരു 1000 കൈ കൊടുത്തു, അനുഗ്രഹിച്ചു കൊടുത്തു, 1000 കരങ്ങൾ കൊടുത്തു ബാണാസുരൻ. അപ്പോൾ 500 ഉടുക്ക് വെച്ച് കൊട്ടി പാടുമല്ലോ എന്നൊക്കെയാണ് ശിവൻ വിചാരിച്ചത്. പക്ഷെ 1000 കൈ കിട്ടിയതോടുകൂടി ഇവന്റെ സ്വഭാവമെല്ലാം അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് വരെ നമ്മൾ അങ്ങനെയൊക്കെ ഇരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വഭാവമെല്ലാം തമോ ഗുണങ്ങളുടെ ആധിക്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതന്നെ അവനും സംഭവിച്ചത്. ഇവന്റെ സ്വഭാവമെല്ലാം മാറും. ഈ ബാണന് ഒരു പുത്രിയുണ്ട്, ഉഷ എന്ന അവളുടെ പേര്. അവളൊരിക്കലും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഭഗവാന്റെ പുത്രൻ പ്രദ്യുമ്നന് അനിരുദ്ധൻ എന്ന് പറഞ്ഞൊരു പുത്രനുണ്ട്. ഈ അനിരുദ്ധനെ അവള് സ്വപ്നത്തിൽ കണ്ടു എന്നാ പറയുന്നത്. അനിരുദ്ധൻ ഭഗവാനേക്കാളും പ്രഹ്ലാദനേക്കാളും സുന്ദരനാണ് അത്രേ, ഭഗവാന്റെ പൗത്രനായിട്ടുള്ള അനിരുദ്ധൻ. ആ അനിരുദ്ധനെ സ്വപ്നത്തിൽ കണ്ടു. ഇവിടെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഇവൾക്ക് അനിരുദ്ധനെ അവനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നായി മനസ്സിൽ. കുംഭാണ്ഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രി, ഈ ബാണാസുരന്റെ മന്ത്രിയാണ്. അവനൊരു പുത്രിയുണ്ട്, ചിത്രലേഖ എന്ന അവളുടെ പേര്. അപ്പൊ അവളെ കാലത്ത് തൻ്റെ തൊഴിലുമാണ്, രാജാവിന്റെ പുത്രിയുമാണ് ഉഷ. അവളെ കാണാനായിട്ട് അന്തപുരത്തിൽ വരുമ്പോൾ ഇവിടെ മുഖം ഇങ്ങനെ താഴ്ത്തി ദുഃഖത്തോടെ ഇരിക്കുന്നുണ്ട്. എന്താ ചോദിച്ചു? അപ്പൊ ഞാൻ ഒരാളെ പ്രണയിക്കുന്നുണ്ട്, അയാളെ കല്യാണം കഴിക്കണം എനിക്ക്. ആരാന്ന് ചോദിച്ചു. ആരാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, ഇന്നലെ സ്വപ്നത്തിൽ കണ്ടതാണ്, നല്ല കച്ചവടം. ഇന്നലെ സ്വപ്നത്തിൽ കണ്ട ഒരാളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ എവിടെന്നാ കൊണ്ടുവരിക? അപ്പൊ ഈ ചിത്രലേഖ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നത്, അതുകൊണ്ടാണ് അവൾക്ക് ചിത്രലേഖ എന്ന പേര് വന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാൻ, നീ കണ്ടതൊക്കെ ഇപ്പോഴുണ്ടല്ലോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചില കണ്ട സാക്ഷിയൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് അതുമാതിരി. ഇപ്പൊ കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്, മുമ്പൊക്കെ കൈകൊണ്ട് വരച്ചിരുന്നു, ഇപ്പൊ കമ്പ്യൂട്ടർ ചെയ്യുന്ന വിഷയമായിട്ട് ഏതാണ്ട്. എന്നിട്ട് അവരിപ്പോ പേപ്പറിലൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്, ഈ ചിത്രത്തിൽ കാണുന്ന മാതിരി ചായയുള്ള ആരെങ്കിലും കണ്ട പോലീസ് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട്, കള്ളനെ പിടിക്കാൻ. അതേമാതിരി ചിത്രലേഖമൊക്കെ വരഞ്ഞുണ്ടാക്കി അങ്ങനെ ഓരോന്ന് വരച്ചപ്പോൾ എന്ത് വരച്ചാലും ഇവിടെ അതല്ല 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 ഇങ്ങനെ പറഞ്ഞു പോയി. അവസാനം കൃഷ്ണന്റെ ചിത്രം വരച്ചു. ഒന്ന് നോക്കി ഏതാണ്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇതല്ല ആളെന്ന്. അപ്പൊ പിന്നെ കൃഷ്ണന്റെ പുത്രനായിട്ടുള്ള പ്രദ്യുമ്നെ വരച്ചു. അപ്പൊ നോക്കിയപ്പോ പറഞ്ഞു ഏതാണ്ട് 90% ഒക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് പ്രദ്യുമ്നന്റെ പുത്രനായിട്ടുള്ള ഈ അനിരുദ്ധന്റെ ചിത്രം വരച്ചത്. അനിരുദ്ധന്റെ ചിത്രം കണ്ടപ്പോൾ തല താഴ്ത്തി തന്നെയാണ് ആളെന്ന് പറഞ്ഞു. ശരി, വിരോധമില്ല, ഏതായാലും ഞാൻ സംഗതി തീർത്തു തരാം, ഇന്ന് രാത്രി ശരിയാക്കാൻ പരിപാടി എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഇപ്പോൾ ദുരക്കാസുരന്മാരാണല്ലോ, രാത്രിയിൽ ആരും അറിയാതെ കണ്ട അവിടെ ആസുര വിദ്യ ഉപയോഗിച്ച് ആകാശത്ത് കൂടെ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഇതേമാതിരി നല്ല ചൂടുള്ള കാലമായിരുന്നു എന്നാണ് തോന്നുന്നത്. അനിരുദ്ധൻ മട്ടുപ്പാവില കിടന്നുറങ്ങുന്നത്, കെട്ടിലിൻ്റെ പുറത്ത് നന്നായിട്ട് കാറ്റും കൊണ്ട് വിളിച്ചുണർത്തൊന്നും വേണ്ട തൽക്കാലം എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്തു, കട്ടിലോടുകൂടി അങ്ങോട്ട് പൊക്കി അനിരുദ്ധനെ എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവരുടെ അന്തപുരത്തിൽ കൊണ്ടുവന്ന് വെച്ചു. നേരം വിളിച്ചായി. അനിരുദ്ധൻ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അടുത്തിരുന്ന് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കണം. ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ പേര് ഉഷ എന്നാണ്, ബാണാസുരൻ്റെ മകളാണ്. അങ്ങനെ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടപ്പോഴേ വിവാഹം കഴിക്കണമെന്ന് തോന്നി. എൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ചിത്രലേഖയാണ് അങ്ങനെ ദ്വാരകയിൽ നിന്ന് ബുക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും പെൺകുട്ടിയെ നോക്കിയപ്പോൾ ഇവർക്കും കുറച്ചൊക്കെ ഇഷ്ടമായി. നല്ല സുന്ദരി, അവിരോധമില്ല, കൂടാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കൂടി. അപ്പം ഈ പണ്ട് കാലത്തൊക്കെ സ്ത്രീകളുടെ അന്തപുരത്തിലൊന്നും പുരുഷന്മാര് പോകാൻ പാടില്ല എന്നാണ്. അപ്പം ഇതിലാണ് 3-4 മാസമായിട്ട് ഇവരുടെ വാസം. അനിരുദ്ധൻ്റെ ഒരു ദിവസം എന്തായി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് ഭടന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവർ നേരിട്ട് പോകാനും പറ്റില്ല നോക്കാൻ. അവരൊന്ന് ബാണാസുരനോട് പറഞ്ഞു, അങ്ങയുടെ മകളുടെ കക്ഷത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ആരും ഉണ്ടെന്നൊരു സംശയമുണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ, അപ്പം അങ്ങ് തന്നെ അതൊന്ന് പോയി നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാണാസുരൻ
വന്നു നോക്കാനായിട്ട്. ഇതാ കതവ് തുറന്ന് അകത്ത് കിടന്ന സമയത്ത് നല്ലൊരു സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു. അവൻ്റെ കൂടെയാണ് തൻ്റെ മകളിരിക്കുന്നത്. കണ്ടപ്പോൾ ബാണാസുരൻ പോലും മോഹിച്ചു അത്രേ. ഇത്രയും നല്ലൊരു ചെറുക്കനെ തൻ്റെ മകൾക്ക് കിട്ടാൻ കഷ്ടമാണ്. പക്ഷെ അഹങ്കാരം ഉള്ളിലുള്ളത് കൊണ്ട് വിചാരിച്ചു ഇത്രയും വലിയ കൊട്ട കെട്ടി സുലോകത്തിനെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൊട്ടാരത്തിൽ ഞാനറിയാതെ എൻ്റെ മകളുടെ അന്തഃപുരത്തിൽ ഒരുത്താൻ കയറിയിരിക്കുന്നു. അവൻ നേരിട്ട് വന്ന് ചോദിച്ചിരുന്നു എൻ്റെ മകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനപ്പം കല്യാണം കഴിച്ചു കൊടുത്തത്. കാരണം അത്രയും സുന്ദരനാ, അവൾക്ക് ഇഷ്ടമാണല്ലോ. പക്ഷേ ഇതിപ്പോ എന്നെ പോലും പരിഹസിക്കുന്ന തരത്തിലാണ് ഇവൻ പരിപാടി ചെയ്തത്. അത് കാരണം കൊണ്ട് ഇവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നിട്ട് ഭടന്മാരോട് പറഞ്ഞു പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിലിടുന്നു. അവരൊക്കെ വന്നപ്പോൾ അവരെ കൊണ്ടൊന്നും അനിരുദ്ധനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അനിരുദ്ധനും എത്ര നന്നായിട്ട് പഠിച്ച ആളാ. അവരൊക്കെ യുദ്ധം ചെയ്യും. അവസാനം ഈ ബാണാസുരൻ വരും. ബാണാസുരൻ വന്ന് അവനെ പിടിച്ചു കെട്ടി കൊണ്ടുപോയിട്ട് ചെറിയിലിടും. അവിടെ കിടക്കുക എന്ന് പറഞ്ഞിട്ട് നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരും നാരദൻ. ചോദിക്കും ഒക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ, കുടുംബമൊക്കെ ക്ഷേമല്ലേ? ചോദിക്കും. ആ ഭഗവാൻ പറയൊക്കെ സുഖം തന്നെയാണെന്ന്. അപ്പോൾ മക്കളൊക്കെ സുഖം തന്നെയാണ്, പേരക്കുട്ടികൾ ഒക്കെ സുഖം തന്നെയാണ്. അനിരുദ്ധൻ എവിടെയാണെന്ന് ചോദിക്കും. അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഭഗവാൻ ഇപ്പോൾ 16,100 പേരിലും 10 കുട്ടികളാണ്. 1,61,000. ഇതിലിപ്പോൾ അനിരുദ്ധനെയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ ഭഗവാൻ? എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, എവിടെയെങ്കിലും ഒന്നുമല്ല. ഇപ്പൊ ആളിരിക്കുന്നത് ബാണാസുരന്റെ കൊട്ടാരത്തിലാണ് എന്ന് പറയും. ഇതിന്റെ നടുവില് ഈ ബാണാസുരന് 1000 കൈകൾ കിട്ടിയപ്പോ ഇവൻ എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്യാൻ കൈതിരിപ്പ്. എവിടെ വേണം യുദ്ധം ചെയ്യാൻ പോയാലും ഇവന്റെ കൂടെ ആരും യുദ്ധം ചെയ്യില്ല. കാരണം ഇവന്റെ കൂടെ യുദ്ധം ചെയ്ത് കാര്യമില്ല, തോൽക്കും. എല്ലാവരും ഇവനെ നമസ്കരിച്ച് രാജ്യം എടുത്തോ അല്ലെങ്കിൽ കപ്പം തരാം എന്ന് പറഞ്ഞിരിക്കും. ഇപ്പൊ യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം അവൻ കൈലാസത്തിൽ പോകും. മഹാദേവനെ നമസ്കരിക്കും. എന്താ ബാണ വന്നത്, എന്തിനാ ചോദിക്കുന്നത്? ഒരാവശ്യം ഉണ്ടായിരുന്നു. എന്താ ആവശ്യം? എനിക്ക് പറഞ്ഞ 1000 കൈ തന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ആരോട് യുദ്ധം ചെയ്യാൻ പോയ ആരും യുദ്ധം ചെയ്യില്ല. കൈ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ വേണ്ടത്? ദൈവം ഉണ്ടായിട്ട് അവിടുന്ന് തന്നെ എന്നോട് യുദ്ധം ചെയ്യണം. മഹാദേവനോടെ നോക്കുക അവൻ്റെ അഹങ്കാരം. മഹാദേവൻ വിചാരിച്ചു ഇവനെ കിട്ടേണ്ടത് കിട്ടിയാലേ ഇവൻ പഠിക്കും. ഏതായാലും തൽക്കാലം മഹാദേവൻ പറയാൻ നോക്കൂ, നമ്മൾ തമ്മിലുള്ള യുദ്ധം ധർമ്മമല്ല. നീ എൻ്റെ ശിഷ്യനാണ്, എൻ്റെ പുത്രന് സമാനമാണ്, എൻ്റെ അച്ഛന് സമാനമാണ് ഞാൻ. അപ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള യുദ്ധം ആവരുത്. നിനക്കെന്നെ കൊല്ലാൻ പറ്റില്ല, ഞാനിട്ട് തന്നെ കൊല്ലില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല. നിനക്ക് നമ്മുടെ ഏതായാലും യുദ്ധമല്ല നീ ആഗ്രഹിക്കുന്നത്. അതുപ്രകാരം നമുക്ക് നല്ലൊരു യോദ്ധാവ് വരും നീയായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് എന്ന് പറയും. അപ്പോൾ അവൻ തൊഴുതുകൊണ്ട് പറയും, എപ്പോഴാ വരിക? അടുത്ത് തന്നെ വരും. എൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിൽ ഒരു കൊടിമരം ഉണ്ടല്ലോ, ആ കൊടിമരത്തിലുള്ള കൊടി മുറിഞ്ഞാല് വിചാരിച്ചോ അന്ന് യുദ്ധം നടക്കും എന്നുള്ളത്. അപ്പോൾ വേറൊരു വരം ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ അങ്ങ് സപരിവാരങ്ങളോട് കൂടിയിട്ട് എൻ്റെ കൊട്ടാരത്തിന് വന്ന് കാവലിരിക്കണമെന്ന്. അവൻ്റെ അഹങ്കാരം. ഏതായാലും മഹാദേവനെ സമ്മതിക്കാതെ നിവർത്തിയില്ല. ഭക്തനായിട്ട്, ഭക്തൻ എന്ന് പറഞ്ഞാലും ഭഗവാൻ കേൾക്കുന്നുള്ളതാണ്. മഹാദേവൻ സമ്മതിച്ചു. വിനായകനെയും ഷൺമുഖനെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ബാണാസുരന്റെ കൊട്ടാരത്തിന് കാവലായി ഇവിടെ ഭഗവാൻ. അപ്പോഴാണ് ഈ ബാണാസുരൻ, അതിൻ്റെയൊക്കെ ഒരു അഹങ്കാരമുണ്ടേ, മഹാദേവൻ കൊട്ടാരത്തിന് കാവലിരിക്കണം, ഇവന് ഈ വരമുണ്ട് എന്നിപ്പോൾ അവൻ ആരെയാണ് ഇരിക്കുന്നത്. അതാണ് ഈ പരിപാടികളൊക്കെ ചെയ്തത്. അപ്പോഴാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണനെ മനസ്സിലായി നാരദമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ കൃഷ്ണനും ബലരാമസ്വാമിയും പ്രദ്യുമ്നും ഒക്കെ കൂടി ഇറങ്ങി. എന്നാൽ ശോണിതപുരത്തിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരണ്ടേ അനിരുദ്ധനെ എന്ന് പറഞ്ഞിട്ട് അവർ വരുന്നു. ഇവിടെ വന്നു നോക്കുന്ന സമയത്ത്, ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് കൊടിമരത്തിൽ അങ്ങനെ കൊടി പാറുന്നുണ്ട്. ആദ്യം വന്നത് അറിയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ മഹാദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭഗവാൻ ആ കൊടിയെ തൻ്റെ അസ്ത്രം കൊണ്ട് ഛേദിച്ചു വീഴ്ത്തും. ദിവസേന കാലത്ത് ഈ ബാണാസുരന്റെ ജോലി എണീറ്റ് വശം നേരെ ഓടി വരും എത്ര കൊടി നോക്കാൻ. ആ കൊടി കണ്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് ദുഃഖമായിട്ടാണ് പോവുക. ഇന്നിപ്പോൾ യുദ്ധം നടക്കില്ലല്ലോ. പതിവുമാതിരി ഓടി വന്നു, നോക്കി കൊടി കാണുന്നില്ല.
പുലി കണ്ടില്ല എന്ന് കണ്ടപ്പോൾ സന്തോഷമായി. അപ്പം ഇന്ന് യുദ്ധം ഉണ്ടാവുന്നു. ഏതായാലും അവിടെ ഗംഭീര യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ ബലരാമസ്വാമിയായിട്ട് ഷൺമുഖൻ യുദ്ധം ചെയ്യുന്നു, പ്രദ്യുമ്നായിട്ട് വിനായകൻ യുദ്ധം ചെയ്യുന്നു, മഹാദേവനായിട്ട് ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യുന്നു. അതാണ് ആ മഹാദേവനും, അതായത് മഹാവിഷ്ണുവും മഹാദേവനും തമ്മിലുള്ള യുദ്ധം അവിടെയാണ് നടന്നത്. കാരണം കാവൽക്കാരനാണല്ലോ മഹാദേവൻ. അപ്പോൾ മഹാവിഷ്ണുവാണ് ആര്? സ്വയം ശ്രീകൃഷ്ണൻ. അവർ തമ്മിലുള്ള യുദ്ധം അത് കാണാനായിട്ട് ആകാശത്തിൽ ദേവന്മാരെല്ലാവരും അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ യുദ്ധം ചെയ്തു. അവസാനം മഹാദേവൻ പറഞ്ഞു, ഇതാ എന്നോട് ഇങ്ങനെ യുദ്ധം ചെയ്തിരിക്കൊന്നും വേണ്ട, ഞാൻ അവൻ്റെ ഗുരു, അവനെ എനിക്ക് രക്ഷിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പാടില്ല, അതുകൊണ്ട് ഞാൻ ഇരിക്കുക. അവൻ കുറെ അഹങ്കാരം കൂടിയിട്ടുണ്ട്, അവൻ്റെ അഹങ്കാരത്തെ ഒന്ന് ഇല്ലാതാക്കണം അവിടെ നിന്ന്. അപ്പോൾ മഹാവിഷ്ണുവും പറഞ്ഞു, കൃഷ്ണനും പറഞ്ഞു, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഈ ബാണനെ ഒന്നും ഞാൻ കൊല്ലാൻ വന്നതല്ല, കൊല്ലാൻ പറ്റൂല. കാരണം ഇവനെങ്ങനെയോ ഇരിക്കട്ടെ, ആ പ്രഹ്ലാദന്റെ വംശജനല്ലേ, 21 തലമുറയെ ഞാൻ രക്ഷിച്ചോളാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ വംശത്തിൽ വന്ന കാരണം കൊണ്ട് ബാണനെ ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ അഹങ്കാരം തീർക്കുക, അത് മാത്രമേ ഭഗവാന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. വിരോധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവനെ യുദ്ധത്തിൽ ജയിക്കും കൃഷ്ണൻ. എന്നിട്ട് പോവും. ബാണാസുരൻ യുദ്ധം ചെയ്യാനായിട്ട് വരും. അവന്റെ കൈകളും ആയുധവും എടുത്ത് ബാണാസുരനായിട്ട് ഗംഭീരമായിട്ട് യുദ്ധം ചെയ്ത് അവസാനം അവന്റെ 4 കൈകൾ മാത്രം വെച്ച് 996 കൈകളും ഭഗവാൻ അരിഞ്ഞു വീഴ്ത്തും അസ്ത്രം കൊണ്ട്. 4 കൈകളാന്ന് പറഞ്ഞാൽ അവൻ ജനിച്ചപ്പോണ്ടായിരുന്ന 2 കൈ. പിന്നെ മഹാദേവൻ കൃപയോടുകൂടി അവന് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടല്ലോ 1000 കൈ. അതിൻ്റെ പേരിൽ ഒരു 2 കൈ മഹാദേവൻ കൊടുത്തതും ഇരിക്കട്ടെ. ബ്രഹ്മാവ് കൊടുത്ത 2 കൈ ഉണ്ട്, മഹാദേവൻ കൊടുത്തതിൽ 2 കൈയെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത്ര 4 കൈ മാത്രം വെച്ച് ബാക്കിയൊക്കെ വെട്ടിയത്. അപ്പൊ അവന്റെ കൈകളൊക്കെ പോയി. അവൻ യുദ്ധത്തിൽ നിന്നിതാ എപ്പോ വേണമെങ്കിലും അവന്റെ എഴുത്തിറക്കും കൃഷ്ണൻ എന്ന് പേടിച്ചിട്ട് അവന്റെ അമ്മ കോടര എന്ന പേര് അവളുടെ അമ്മ എന്ത് ചെയ്തത്രേ, കൃഷ്ണന്റെ മുമ്പിൽ നഗ്നയായിട്ട് ആ യുദ്ധക്കളത്തിൽ വരുന്നതാണ്. പണ്ട് നഗ്നയായിട്ടുള്ള സ്ത്രീകളെ കണ്ടാൽ അപ്പം മുഖം തിരിക്കണം എന്നൊക്കെയാണ് നിയമം. മഹാഭാരത യുദ്ധത്തിൽ അതാണല്ലോ, സ്ത്രീയായിട്ടാണ് ശിഖണ്ഡിയെ കണ്ടത്. അതാ ഭീഷ്മരെ മുഖം തിരിച്ചു നിന്നത്. അപ്പോഴാണല്ലോ അർജുനൻ അമ്പ ചെയ്തത്. അപ്പോൾ മഹാത്മാക്കളൊക്കെ അങ്ങനെ നോക്കില്ല. ഇപ്പൊ കോടര ഒന്ന് നിന്നപ്പോൾ നഗ്നയായിട്ട് കൃഷ്ണൻ പിന്തിരിഞ്ഞു. ഉടനെ ബാണാസുരൻ ഓടി രക്ഷപ്പെട്ടു. നേരെ പോയത് വീണ്ടും തൻ്റെ സ്വാമിയായിട്ടുള്ള മഹാദേവന്റെ കാലിലേക്കാണ്. അവിടെ ചെന്ന് വീണു ക്ഷമാപണമൊക്കെ ചോദിച്ചു. മഹാദേവൻ പറഞ്ഞു, എൻ്റെ അഹങ്കാരമൊക്കെ ഇപ്പോൾ പോയോ? പോയി. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. നീ അല്ലാതെ ഇങ്ങനെ ബുദ്ധി കെട്ടവൻ ആരെങ്കിലും ഉണ്ടോ? കൃഷ്ണന്റെ ഓത്തരനാണ് അനിരുദ്ധൻ. ആ ഭഗവാനുമായിട്ടുള്ള ഒരു സംബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞ ഇതിൽ തരം അനുഗ്രഹം എന്താ വേണ്ടത്? ഗംഭീരമായിട്ട് മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ ഭഗവാൻ എന്നോട് ശത്രുതയൊന്നുമില്ല, പോയിട്ട് നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിപ്പോവാന്ന് പറഞ്ഞിട്ടതാ ബാണനെ കൂട്ടിക്കൊണ്ടുവരും. ബാണൻ ഭഗവാന്റെ കാലിൽ പിടിച്ച് നമസ്കരിക്കും, ക്ഷമാപണം ചെയ്യും. എന്നിട്ട് തൻ്റെ പുത്രിയായിട്ടുള്ള ഉഷയെ അനിരുദ്ധന് വിവാഹം കഴിച്ചു കൊടുക്കും. ഒരുപാട് ധനങ്ങള് മറ്റുള്ളതെല്ലാം കൊടുത്ത് ഗംഭീരമായിട്ട് വിവാഹം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ ആ ബാണയുദ്ധം അല്ലെങ്കിൽ ഉഷ പരിണയം എന്നൊക്കെ ആ കഥയെ പറയും. ആ കഥയൊക്കെ അവിടെ വിവരിച്ചു പറഞ്ഞു. അതിൽ പിന്നെ അടുത്ത കഥ വരുന്നത് നോക്കുന്നതിന് ഏത് കഥയാണ് പറയേണ്ടത് എന്ന് നോക്കിയിട്ട് സെലക്റ്റീവ് നമുക്ക് ചെയ്യാൻ സത്യം കാരണം കൊണ്ട്. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കഥയാണ് മൃഗമോക്ഷം എന്നുള്ളത്. ഒരിക്കലും ഭഗവാന്റെ പുത്രന്മാരെല്ലാവരും പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കളിച്ചുകൊണ്ടിരുന്ന പന്ത് അവർ പൊട്ടക്കണക്കിൽ ചെന്ന് വീഴുന്ന പറയണം. ആ കണക്കിൽ നിന്നും പങ്കെടുക്കാനായിട്ട് അവരൊക്കെ ഓടി വന്ന് നോക്കുന്ന സമയത്ത് അസാധാരണമായിട്ടുള്ള ശരീരത്തോടു കൂടിയ ഒരു ഒന്നിനെ അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. കൃഗം എന്നാ പറയുക, ഒന്നിന് ഒരു കൃഗം, ഒരു ഒന്നിനെ അവിടെ കാണാൻ കഴിഞ്ഞു ആ പൊട്ടക്കണക്കിൽ. അത് കണ്ടു പേടിച്ചിട്ട് അവർ ഭഗവാന്റെ അടുത്ത് എന്ന് പറയും, ഇതേമാതിരി ഒരു വലിയൊരു ഒന്നിനെയാണ് അവിടെ കാണുന്നത്, നിങ്ങൾക്ക് ആ പന്ത് അകത്ത് പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ വലിയ എത്ര വലിയ ഒന്നോ ആരാ നോക്കാം എന്ന് പറഞ്ഞ് അവിടെ വരും. അവിടെ വന്നിട്ട് അകത്ത് നോക്കുന്ന സമയത്ത് പന്ത് കിടക്കേണ്ട ഒരു വലിയൊരു ഒന്നുണ്ട്. അപ്പം ആ ഒന്നിനെ ഓടിക്കാനായിട്ട് തൻ്റെ കൈ കൊണ്ട് ഭഗവാൻ ഒന്ന് ആ ഒന്നിനെ തട്ടുന്ന സമയത്ത് ആ ഭഗവാന്റെ കൈസ്പർശം കെട്ടിയ ഉടനെ തന്നെ ആ ഒന്ന് ഒരു സുന്ദരമായിട്ടുള്ള ഒരു ദിവ്യ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടും.
അത് കണ്ടപ്പോൾ ഭഗവാൻ സർവജ്ഞനാണ്. പക്ഷെ ചോദിച്ചു, നീ ആരാ, എന്താ ഇങ്ങനെ ഓന്തായുള്ള വരാനുള്ള കാരണം എന്താ എന്നൊക്കെ ഭഗവാൻ ചോദിച്ചപ്പോഴാണ് പറയുക, എൻ്റെ പേര് നൃഗൻ എന്നാണ്. ഞാൻ ദാനധർമ്മങ്ങൾ അനവധി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജാവായിരുന്നു. അങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധയില്ലാതെ എൻ്റെ കയ്യിൽ നിന്നും ഒരു തെറ്റുപറ്റി. എന്താന്ന് പറഞ്ഞാൽ ഞാൻ പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുമായിരുന്നു. ഒരിക്കലും ഞാൻ ഒരു ബ്രാഹ്മണന് ദാനം കൊടുത്ത പശു എങ്ങനെയോ അറിയില്ല, എൻ്റെ പ്രാരാബ്ദം വട്ടം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു, എൻ്റെ തൊഴുത്തിൽ തന്നെ വന്നു. എനിക്കറിയാൻ കഴിഞ്ഞില്ല. ആ പശുവിനെ വേറൊരു ബ്രാഹ്മണന് ഞാൻ ദാനം കൊടുത്തു. രണ്ടാമത് ദാനം കിട്ടിയ ബ്രാഹ്മണൻ ആ പശുവും കൊണ്ട് പോകുന്ന സമയത്ത് മറ്റേ ബ്രാഹ്മണൻ അവൻ്റെ പശു എവിടെയോ പോയത് കണ്ടില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരുമ്പോൾ ഇതിനെ കണ്ടപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞത് ഇത് എൻ്റെ പശുവാണ്. ഈ ബ്രാഹ്മണൻ പറഞ്ഞല്ല, എനിക്കിപ്പോൾ രാജാവ് ദാനം തന്ന എൻ്റെ പശുവാണെന്നായി. അവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായി. എന്നിട്ട് അവർ പറഞ്ഞു, എന്നാൽ നമ്മൾ രാജാവിനോട് ചോദിക്കാം, രാജാവിൻ്റെ ദാനം തന്നിട്ടുള്ളൂ, നമുക്കാ തന്നത്, എനിക്കാ തന്നത്, ആർക്കാ തന്നതെന്ന് രാജാവ് പറഞ്ഞ നമ്മുടെ പഴക്കുന്നില്ലല്ലോ. രണ്ടുപേരും കൂടി ആ പശുവിനും കൂട്ടി വന്നു. ഇവിടെ കണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് രാജാവിന് മനസ്സിലായത് തൻ്റെ അബദ്ധം പറ്റി എന്ന് മനസ്സിലായി. അദ്ദേഹം ക്ഷമ ചോദിച്ചു, പറഞ്ഞു അബദ്ധം പറ്റിയതാണ്, ഒരു കാര്യം ചെയ്യും, വേറൊരാൾക്ക് ഞാൻ വേറൊരു പശുവിനെ തരാം. രണ്ടുപേരും ഈ പശുവിനെ ഇവിടെ എന്ത് ചെയ്യാറില്ല, 100 പശു തരാം, 1000 പശു തരാം, എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ചോറിനില്ലാതെ അങ്ങയുടെ ദാനത്തിന് വേണ്ടി കൈ നീട്ടി നിൽക്കുന്നതായിട്ടുള്ള ദരിദ്രന്മാരാണ് എന്നൊന്നും ബ്രാഹ്മണരെ വിചാരിക്കരുത്. ആ നിലയിലൊന്നും അങ്ങ് പ്രേരിപ്പിക്കരുത്. 1000 തരാം, 100 തരാം, 500 തരാം. അങ്ങ് ഈ ദാനം ചെയ്യുന്നത് അങ്ങയുടെ പേരും സ്ഥാനവും യശസ്സും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഇതാണത്, കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ധർമ്മമാണ്. അല്ലാതെ കണ്ട് അങ്ങ് ശ്രദ്ധയോടുകൂടിയല്ല ധർമ്മം ചെയ്യുന്നത്. ശ്രദ്ധയോടുകൂടി അങ്ങ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വരില്ലായിരുന്നു. അപ്പം ഇതെല്ലാം തൻ്റെ കയ്യിൽ കുറേ പശുവുണ്ട്, താൻ വലിയ ദാനവീരനാണ് എന്ന് ലോകത്തിനെ കാണിക്കാൻ അങ്ങ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ക്ഷമിച്ചിട്ട് പോകും. ഏതായാലും അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തത് കാരണം കൊണ്ട് ധാരാളം പുണ്യം സമ്പാദിച്ച ആളാണ്. മുകളിൽ പോവും. മുകളിൽ പോയപ്പോൾ യമധർമ്മം പറയും, അങ്ങക്ക് ഒരുപാട് കാലം സ്വർഗം കിട്ടും, കാരണം അത്രയും പുണ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ദാനം ശ്രദ്ധയില്ലാതെ കണ്ട ബ്രാഹ്മണർക്ക് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു പാപമുണ്ട്. അപ്പോൾ അങ്ങ് തീരുമാനിച്ചോളൂ, ആദ്യം പാപം ആണോ അനുഭവിക്കേണ്ടത്, അല്ല പുണ്യമാണോ അനുഭവിക്കേണ്ടത്, അതനുസരിച്ചിട്ട് അങ്ങക്ക് വരാൻ. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കും, ആദ്യം പുണ്യം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പാപം തനിക്ക് അനുഭവിക്കാനുണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഇരുന്ന് ആ പുണ്യം അനുഭവിക്കാൻ കഴിയില്ല. കാരണം ദിവസം അതല്ലേ ആലോചിച്ചിരിക്കുക, ഇനി എനിക്ക് ഈ പാപം അനുഭവിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഈ പുണ്യം അനുഭവിക്കാൻ മനസ്സ്. അപ്പോൾ ആദ്യം ആ പാപം അനുഭവിച്ചു വന്നേക്കാം, ഇന്നത്തെ പുണ്യം അനുഭവിച്ചോളാം എന്ന് പറയും. അതനുസരിച്ചിട്ടാണ് അത്ര യമധർമ്മൻ ഇദ്ദേഹത്തിന് ഇതാ ഓന്തായിട്ട്, ആ പാപഫലമായിട്ട് ഓന്തായിട്ട്. കാരണം ഈ കളറ് മാറുക, സ്വഭാവം മാറുക, പറഞ്ഞ വാക്ക് മാറുക, ഇതൊക്കെ ഓന്താണ് ചെയ്യുക എന്നത് മാതിരി. അത് കാരണം ഓന്തായിട്ട് കൃതമായിട്ട് ജനിക്കാനായിട്ട് ഇത് കൊടുക്കും. അങ്ങനെയാണ് ഞാനിത് ഓന്തായിട്ട് ഇവിടെ ജനിച്ചത്. അപ്പോൾ ശാപമോക്ഷമായിട്ട് ഭഗവാൻ കരസ്പർശം ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് മോക്ഷമായ സ്വർഗത്തിലേക്ക് വരും തിരിച്ച്. അതുപ്രകാരമാണ് എന്ന് പറഞ്ഞ് ഭഗവാനെ വലം വെച്ച് നമസ്കരിച്ചു. ഭഗവാൻ അനുഗ്രഹിച്ചു. ആ മൃഗൻ സ്വർഗത്തിലേക്ക് പോയി. ഇതൊക്കെ കുട്ടികൾ കണ്ടു നിൽക്കുന്നുണ്ട്. ഈ കഥ എന്തിനാ അവിടെ ഇങ്ങനെ ഒരു കഥ എടുത്തു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഭഗവാൻ. ആരോടാ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളോട് പറയുന്ന കാര്യമാണ്. ഇത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. സ്വന്തം മക്കളോട് ഭഗവാൻ പറയുന്നത്, സ്വന്തം മക്കളെ വിളിച്ച് പറയും, നിങ്ങൾ അശ്രദ്ധയായിട്ട് ഇതേമാതിരി ഒന്നും പ്രവർത്തിക്കരുത്. ഒരിക്കലും ബ്രാഹ്മണന്റെ സ്വത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഇതൊന്നും ഒരിക്കലും അറിഞ്ഞും അറിയാതെയും ഒന്നും നിങ്ങൾ തുടരുത്, അനുഭവിക്കരുത്. അതൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷത്തിനേക്കാൾ തൊഴിൽ ചെയ്യുന്നതാണ്. എന്താന്ന് പറഞ്ഞാൽ വിഷം കഴിച്ചവനെ മാത്രമേ ബാധിക്കുള്ളൂ. ഇപ്പം നിങ്ങൾ ഒരാൾ വിഷം കഴിച്ചു, നമ്മൾ അവൻ്റെ അടുത്ത് നിന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ആവില്ല. അച്ഛൻ വിഷം കഴിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛനെ ബാധിക്കുള്ളൂ, മക്കളെ ഒന്നും ബാധിക്കില്ല. പക്ഷേ ഇതേമാതിരി ബ്രാഹ്മണ സ്വത്ത്, ക്ഷേത്ര സ്വത്ത് ഇതെല്ലാം
തട്ടിയെടുത്താൽ കുലത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ അറിഞ്ഞ് ചെയ്താൽ, അറിയാതെ ചെയ്താൽ, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തി അവരുടെ ബ്രാഹ്മണന്മാരുടെയൊക്കെ ധനം തട്ടിയെടുത്താൽ ഒക്കെ എന്തൊക്കെ പാപം ഏതൊക്കെ തലമുറയ്ക്ക് കിട്ടും എന്നൊക്കെ അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും അതൊക്കെ പാപകാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. കാരണം വിശദീകരിച്ച് ഞാൻ പോകുന്നില്ല. എന്നിട്ട് അവിടെ 42-ാമത്തെ ശ്ലോകം 64-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നത് യഥാ അഹം പ്രണമേ വിപ്രാൻ അനുകാലം സമാഹിതാം തഥാ നമതയൂയം ച യോ അന്യധാമേ സദണ്ഡഭാക്. ഇതാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ട ശ്ലോകം, അടിവരെ ഇട്ട് വയ്ക്കേണ്ട ശ്ലോകം. ഭഗവാൻ കുട്ടികളോട് പറയുക, യഥാ അഹം, എപ്രകാരമാണോ ഞാൻ, പ്രണമേ വിപ്രാൻ, ബ്രാഹ്മണരെ എല്ലാം പൂജിക്കുന്നത്, നമസ്കരിക്കുന്നത്, ആദരിക്കുന്നത്, അതേമാതിരി തഥാ, അതുമാതിരി യൂയം നമത, നിങ്ങളും ബ്രാഹ്മണന്മാരെ ആദരിക്കണം, ബ്രാഹ്മണന്മാരെ പൂജിക്കണം, ബ്രാഹ്മണന്മാരെ കാല് കഴുകണം, അവരെ പരിഹസിക്കരുത്, ഹേളനം ചെയ്യരുത്. അന്യഥ, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ സദണ്ഡവ, അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും കേട്ടോ എന്ന് കുട്ടികൾക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഈ ഉപദേശം ഇവിടെ ഭഗവാൻ എന്തിനാ കൊടുത്തത് എന്ന് ചോദിച്ചാൽ, ഇനി നമ്മള് ഏകാദശ സ്കന്ധം അവസാനമൊക്കെ പോകുന്ന സമയത്ത് നമുക്കവിടെ ദ്വാദശ സ്കന്ധത്തിന്റെ തുടക്കത്തിൽ നമുക്ക് ഏകാദശത്തിൽ ആദ്യത്തെ സ്കന്ധത്തിൽ ഏകാദശം പോകുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് എന്താ ചെയ്യുന്നത്. ആ ഭഗവാന്റെ പുത്രന്മാര് തന്നെ സാമ്പനെ, ജാമ്പവതിയുടെ പുത്രനായിട്ടുള്ള സാമ്പനെ വയറിലെ തുണിയൊക്കെ വെട്ടി കെട്ടിച്ച് സപ്തഋഷികളെ അവിടെ പരിഹസിക്കും അല്ലേ. ഒരു സ്ത്രീയായി ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് കൊണ്ടുവന്ന് നിർത്തി ഇവളെന്താ പ്രസവിക്കുക എന്നൊക്കെ ചോദിച്ച് ഋഷികളെ പരിഹസിക്കും. ഏതൊരു ഋഷികളെയാണോ ഭഗവാൻ സ്വീകരിച്ചിരുത്തി പാദപൂജ ചെയ്ത് കാല് കഴുകി നമസ്കരിച്ച് അനുഗ്രഹം മേടിച്ചത്, അവരും ഭഗവാനെ നമസ്കരിച്ചു. കാരണം അവർ ഭഗവാനെ ശ്രീമന്നാരായണനായിട്ട് കാണുന്നു, അവരുടെ ജ്ഞാനം കൊണ്ട് അവർ ചെയ്തു. പക്ഷേ മർത്യാവതാരസ്യ മർത്യ ശിക്ഷണം അല്ലേ. അപ്പോൾ മർത്യാവതാരം എടുത്തിട്ടുണ്ട്, അത് കാരണം കൊണ്ട് ഋഷികളെ ബ്രാഹ്മണരെ ഭഗവാൻ നമസ്കരിക്കണം. അതാണ് ഭഗവാനും ചെയ്തത്. ഈ ഋഷികളെ, സപ്തഋഷികളൊക്കെ അങ്ങനെ പാദപൂജ ചെയ്ത് നമസ്കരിച്ച് ആദരിച്ച് ആ ഋഷികളെ ഭഗവാനെ കണ്ട് മടങ്ങി വരുമ്പോഴാണ് ഭഗവാന്റെ കുട്ടികളെ ആ ഋഷികളെ പരിഹസിക്കുന്നത് അല്ലേ. ഭഗവാൻ എന്നിട്ട് അവർ ശാപം കൊടുത്തു. അപ്പോൾ ഭഗവാൻ തൻ്റെ കുലത്തിന് ശാപം മേടിച്ചു കൊടുത്തു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഭഗവാൻ അവരെയും മുമ്പ് തന്നെ വാൺ ചെയ്തിരുന്നു, പറഞ്ഞു കൊടുത്തിരുന്നു, നിങ്ങൾ ഒരിക്കലും ബ്രാഹ്മണരെ പരിഹസിക്കരുത്, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ദണ്ഡം അനുഭവിക്കേണ്ടി വരുന്ന അന്ന് തന്നെ ഗർഭം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും വിനാശകാല വിപരീത ബുദ്ധി, അതൊന്നും അവർ കേട്ടില്ല. ഓട്ടെ, അത് പറയാനായിക്കൊണ്ടാണ് അപ്പോൾ ഈ കഥ അവിടെ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയാണ്. എന്തായാലും നമുക്ക് കുറച്ചും കൂടിയൊക്കെ സമയമുണ്ട്, 10-20 മിനിറ്റ് ഉണ്ട്. ഇനിയും കുറച്ച് ഇതുവരെയാണ് ഞാൻ പ്രഭാഷണം പറഞ്ഞിരുന്നത്. കുറച്ചും കൂടി 2-3 കഥകളും കൂടി പറയാനുള്ള സമയമുണ്ട്, പറഞ്ഞു പോവാം. അത്രയും പിന്നീട് കുറച്ച് പറഞ്ഞാൽ മതി. പിന്നീട് പറയുന്നത് ബലരാമസ്വാമി ഗോകുലത്തിലേക്ക് തിരിച്ചുപോയി കുറച്ച് ദിവസം ഈ ഗോപികമാരെ എല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് ഗോകുലത്തിൽ വസിച്ച കാര്യങ്ങളാണ്. കാരണം ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്നും മധുരയ്ക്ക് പോയതിന് ശേഷം വീണ്ടും തിരിച്ച് ഞാൻ പറഞ്ഞില്ലേ വൃന്ദാവനത്തിലേക്ക് പോകുന്നില്ല ഭാഗവതം പറയുന്നത്. പക്ഷെ ഇവരൊക്കെ സമന്തവല്യകത്തിൽ കാണുന്നുണ്ട്. അവസാനം നമുക്ക് കാണാമത് ദശമത്തിന്റെ അവസാനം വരുന്ന ഭാഗങ്ങളിലോ അവിടെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലം ഭഗവാൻ പോകുന്നില്ല, പക്ഷെ ബലരാമസ്വാമി പോകുന്ന ഒരു കഥ ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം പറയുന്ന മറ്റൊരു കഥയാണ് പൗണ്ഡ്രക വാസുദേവന്റെ വധം. കലുഷ രാജാവായിരുന്നു, കലുഷ നഗരത്തിലെ രാജാവായിരുന്നു പൗണ്ഡ്രക വാസുദേവൻ. അവനെ കാശി രാജാവ്, അതേമാതിരി തന്നെ ദ്വിവിധൻ, അങ്ങനെയുള്ള ചില കൂട്ടുകാരൊക്കെ ഉണ്ടാവും. എല്ലാവരും ഖലന്മാർ, അധർമ്മികളാണ്. ദന്തവക്തരനൊക്കെ അവൻ്റെ കൂട്ടുകാരാണ്. ഇവരൊക്കെ കൂടി
അവനെ പറഞ്ഞ് നിന്നെ കണ്ടാൽ നീയാണ് സാക്ഷാൽ കൃഷ്ണൻ വാസുദേവൻ. അവിടെ ദ്വാരകയിലുള്ള ആള് ഡ്യൂപ്ലിക്കേറ്റാ, യഥാർത്ഥത്തിൽ നീ തന്നെയാ കൃഷ്ണൻ എന്ന് അവനെ പറഞ്ഞ് പ്രേരിപ്പിച്ചു. ഇവരുടെയൊക്കെ പേര് കേട്ടപ്പോൾ അവനും അവന്റെ വേഷഭൂഷണങ്ങളൊക്കെ മാറ്റി. ഇപ്പൊ പീതാംബരപ്പെട്ടേ ഉടുക്കുള്ളൂ, തലയിൽ കിരീടമൊന്നും വേണ്ട, മയിൽപ്പീലി കിരീടമാണ് ഉണ്ടാക്കി തലയിൽ വെച്ചിരിക്കുന്നത്. ഇപ്പൊ 4 കൈ വേണം, 2 കൈയേ ഉള്ളൂ. 2 കൈയെ മരം കൊണ്ടുണ്ടാക്കി വെച്ച് പിടിപ്പിച്ചു. എന്നിട്ട് അതില് ചുറ്റാത്ത ഒരു ചക്രം, കയ്യിലൊരു ഗദ, ഇതൊക്കെ പിടിച്ചു. അപ്പോഴാണ് ആരോ പറഞ്ഞത് ഭഗവാന്റെ വക്ഷത്തില് ശ്രീവത്സം എന്ന് പറഞ്ഞ മറുകുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മറുക എങ്ങനെ ഉണ്ടാക്കിയാന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു ഉപാധി കണ്ടുപിടിച്ചു. ഇരുമ്പ് നല്ലോണം ചുട്ടുപൊഴിപ്പിച്ച് അങ്ങോട്ട് വെച്ചോളാൻ പറഞ്ഞു. നെഞ്ഞത്ത് കുറച്ചൊക്കെ വേദന എടുത്താലും വിരോധമില്ല, കണ്ടാൽ കൃഷ്ണനെ മാതിരിയാവണ്ടേ. ഇപ്പൊ അതൊക്കെ കൂടി ആയപ്പോ ഏതാണ്ട് കൃഷ്ണന്റെ മാതിരിയായി. അപ്പൊ ഉടനെ അവന്റെ ഒരു ദൂതനെ വിളിച്ചിട്ട് ദ്വാരകയിലേക്ക് അവനെ പറഞ്ഞയച്ചു. അവിടെ പോയിട്ട് ഉഗ്രസേന മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് സുധർമ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഇതിൽ ചെന്നിട്ട് അവിടെ എല്ലാവരും ഇരിക്കുമ്പോൾ പറയണം, ഇവിടെ ഇരിക്കുന്ന ഈ പൗണ്ഡ്രകനുണ്ടല്ലോ, കരീഷ രാജ, അവനാണ് വാസ്തവത്തിൽ വാസുദേവൻ കൃഷ്ണൻ. ഇവിടെ ഇരിക്കുന്ന ഈ കൃഷ്ണൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതുകൊണ്ട് ഉടനെ തന്നെ ഈ വേഷഭൂഷണങ്ങളൊക്കെ മാറ്റി എൻ്റെ അടുത്ത് വന്ന് ക്ഷമാപണാർത്ഥം എന്നെ നമസ്കരിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ യുദ്ധത്തിന് വരുന്നുണ്ട്, എന്നോട് യുദ്ധം ചെയ്യാൻ പറയണം എന്നൊക്കെ പറഞ്ഞ ആളെ പറഞ്ഞയച്ചു. ആളുകൂടെ വന്ന് ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോൾ സുധർമാവിലുള്ള എല്ലാവരും ചിരിച്ചു. ചിരിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, അവന് എന്നാപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാൾ പറയാ ഞാനാ ഒറിജിനൽ നീ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ് നോക്കേണ്ടതല്ലേ. ഏതായാലും ആ വന്ന ഭൃത്യനോട് പറഞ്ഞയച്ചു. ആയിക്കോട്ടെ, യുദ്ധത്തിന് തയ്യാറാണ്, കൃഷ്ണൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കൃഷ്ണൻ പോയി. അവിടെ നിന്ന് യുദ്ധത്തിന് തയ്യാറായിട്ട് പൗണ്ഡ്രവാസുദേവൻ സൈന്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഭഗവാൻ ആ സൈന്യങ്ങളൊക്കെ വധിച്ചു. അവനുമായിട്ട് ഗംഭീരമായിട്ടുള്ള യുദ്ധം പൗണ്ഡ്രവാസുദേവനുമായിട്ട് എല്ലാം കഴിഞ്ഞു. അവന്റെ അസ്ത്രശസ്ത്രങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യേ, നിന്റെ ആ കയ്യില് ഒരു ചക്രം നീ വെച്ചിട്ടുണ്ടല്ലോ, അവനും ഈ കയ്യൊക്കെ വെച്ച് ഒരു ചക്രമൊക്കെ വെച്ചിട്ടുണ്ട്, ആ ചക്രം ഇങ്ങോട്ട് വിടാൻ എന്നെ കഴുത്തിറക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ ചക്രം വെറുതെ വെച്ച് പിടിപ്പിച്ചത് അത് അവന്റെ കയ്യിലെത്തിട്ടു. അതെ, അതൊന്നും വിട്ടാൽ ആഴത്ത് വീഴും, പുറത്തേക്ക് വിടാൻ പറ്റില്ല, അതവന് വിടാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്തിനുണ്ട്. അപ്പൊ എന്താ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് തന്റെ സുദർശന ചക്രം വിട്ടു പോയി. പൗണ്ഡ്രവാസുദേവന്റെ തലയർത്ത് വന്നു. അങ്ങനെ പൗണ്ഡ്രവാസുദേവന് മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞൊരു കഥ. എന്താ ഈ കഥയുടെ ഒക്കെ ഒരു താല്പര്യം? നമ്മളതാണ് കഥ നമ്മുടെ രസത്തിലൊക്കെ കേട്ടു പോവുക. എന്താന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ നാരദൻ, തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയ. അത് മറക്കരുത്. എങ്ങനെയാണെങ്കിലും ശരി, അവൻ നോക്കൂ, ഇത്രയും കാലമായിട്ട് അവന്റെ ഉള്ളിൽ ഞാനാണ് കൃഷ്ണൻ, ഞാനാണ് കൃഷ്ണൻ, ഞാനാണ് കൃഷ്ണൻ എന്നുള്ള വിചാരം. ആ വിചാരമാ വരേണ്ടത്. നമ്മുടെ ഉള്ളിൽ അങ്ങനെയുണ്ടോ ഒരു വിചാരം? ഞാൻ പലതുമാണ് അല്ലേ, അങ്ങനെയുള്ള വിചാരമുണ്ട് നമുക്ക്. പക്ഷേ ഞാൻ സ്വയം കൃഷ്ണനാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? വാസ്തവത്തില് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയണം, ഓരോ നരനും നാരായണനാണ്, ഓരോ നരനും നാരായണനാണ്. ആ നാരായണന്റെ അംശം തന്നെയാണ്. നാരായണനാകുന്ന പരമാത്മാവിന്റെ അംശമാണ് നരനായിട്ടുള്ള ജീവാത്മാവായിട്ടുള്ള നമ്മൾ. ആ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മളും അല്ലേ, അതല്ലേ നമ്മുടെ വേദങ്ങൾ പഠിക്കും. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നുള്ളത് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, ആ ബ്രഹ്മാസ്മി അവസാനത്തെ തലം. പ്രജ്ഞാനം ബ്രഹ്മ, ബ്രഹ്മം എന്താണെന്ന് ആദ്യം പഠിക്കണം. അത് മനസ്സിലാവും, പഠിച്ചാൽ മനസ്സിലാവും. അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. ഒരു വഴിയും കൂടെ പോകുമ്പോൾ തത്വമസി, ആ ബ്രഹ്മവും ഞാനും വേറെയല്ല, അത് തന്നെയാണ് ഇത് തന്നെയാണ് അത് എന്ന് തത്വമസി. അതിൽ നിന്നും ഒരു വഴി മുന്നോട്ട് പോയാൽ
ആ ബ്രഹ്മം ഞാൻ തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി. അപ്പൊ നമ്മുടെ 4 വേദവാക്യങ്ങളാണിത്. എന്തൊക്കെ? പ്രജ്ഞാനം ബ്രഹ്മ, അയം ആത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി. ആ അഹം ബ്രഹ്മാസ്മി എന്നുള്ള തലത്തിലേക്ക്, ഞാൻ കൃഷ്ണൻ തന്നെയാണ് എന്നുള്ള തലത്തിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആര്? ഈ പൗണ്ഡ്രക വാസുദേവൻ. എല്ലാവരും പ്രചോദനം കൊടുത്തിട്ടാണെങ്കിലും അല്ലെ, ഇപ്പൊ നമ്മളും എത്രയോ ഭാഗവത സപ്താഹങ്ങൾക്ക് പോകുന്നു, കഥകളൊക്കെ കേൾക്കുന്നു. എന്നാലും അതൊന്നും ഒരു പ്രചോദനമായിട്ട് നമുക്ക് വന്നിട്ടില്ലല്ലോ. ഞാൻ കൃഷ്ണനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പറയുമോ നമ്മള്? പറയുന്നില്ല. കാരണം ആ ഒരു ബോധം നമ്മളിൽ ഉറച്ചിട്ടില്ല. അത് ഉറച്ചു കഴിഞ്ഞിരുന്നു ഇവിടെ പൗണ്ഡ്രകന്. ഞാൻ കൃഷ്ണസ്വരൂപം തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി, ഞാൻ കൃഷ്ണസ്വരൂപനാണ് എന്നുള്ളത് ഉറച്ചു കഴിഞ്ഞു. അവന് സായുജ്യമുക്തിയാണ് അത്ര കിട്ടിയത് ഭഗവാന്റെ അടുത്ത് നിന്ന്. എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് ഒന്നു ചേരുക. സായുജ്യം, സാരൂപ്യം, സാലോക്യം മുതലായിട്ടുള്ള ആ മുക്തിയിൽ സായുജ്യമുക്തി കിട്ടി. ആർക്ക്? പൗണ്ഡ്രക വാസുദേവന്. കാരണം ആ ഭഗവാൻ തന്നെയായി ഭവിച്ചു, ഭഗവാനുമായിട്ട് ലയിക്കാൻ കഴിഞ്ഞു. സ്വയം ഞാൻ കൃഷ്ണനാണ്, ഞാൻ കൃഷ്ണനാണ്, ഞാൻ കൃഷ്ണനാണ് എന്ന ചിന്തയിലാണ് 24 മണിക്കൂറും ഇരുന്നത്. അത് മനസ്സുകൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ട് ഞാൻ കൃഷ്ണനാണ് എന്നുള്ള ചിന്ത. അതാ പീതാംബരപ്പെട്ടെടുത്തോ, മയിൽപ്പീലി തലയിൽ വെച്ചു. നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ചെയ്യോ? നമ്മളെ തലയിൽ മയിൽപ്പീലി ചൂടി നടക്കുവോ? ആൾക്കാർ പൊട്ടന്മാരാണ്, കല്ലെറിയുന്ന നമ്മൾ വിചാരിക്കുക അല്ലേ? എല്ലാം ഞാൻ കൃഷ്ണനാണ്, എൻ്റെ അടയാളമാണ് മയിൽപ്പീലി. നമ്മൾ ചൂടുവോ? ഏതെങ്കിലും ഒരു ഇരുമ്പ് ഭക്ഷ്യസ്ഥലത്തില് ചൂടാക്കി വെക്കുവോ? കൃഷ്ണനാണ് ഞാൻ പറഞ്ഞ് ചെയ്യില്ല. കാരണം നമ്മൾ ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ ഭാഗവതം കാണിച്ചു തരുന്നു അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ, പൗണ്ഡ്രക വാസുദേവനെ. ആ തലത്തിലേക്ക് എത്തിയതായിരുന്നു പൗണ്ഡ്രക വാസുദേവൻ. അതുകൊണ്ട് തന്നെ പൗണ്ഡ്രക വാസുദേവന് ഭഗവാൻ അതാ സായുജ്യമുക്തി കൊടുത്തു. എത്രയോ പേരൊക്കെ ഭഗവാൻ സ്വയം വധിച്ചിട്ടില്ല. ആരാണോ അതിന് അർഹതയുള്ളവരെ, യോഗ്യതയുള്ളവരെ, അവരൊക്കെ ഭഗവാൻ വധിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇതാ ഇവിടെ നമുക്കിനി കാണാം. ഭഗവാനുമായിട്ട് 18 പ്രാവശ്യം യുദ്ധത്തിന് വന്നിട്ടും ജരാസന്ധനെ ഭഗവാന്റെ കയ്യിൽ നിന്ന് മുക്തി കിട്ടിയില്ല. 18 പ്രാവശ്യം യുദ്ധത്തിന് വന്നിട്ട് ഇതാ ഒരൊറ്റ പ്രാവശ്യം വന്നുള്ളൂ, അവനെ മുക്തി കൊടുത്തു ഭഗവാൻ. ഇല്ലേ? അതാ പറഞ്ഞത്. അടുത്തൊരു കഥ പറയാം. അടുത്ത കഥയാണ് ദ്വിവിധൻ എന്ന് പറഞ്ഞ ഒരു വാനരനെ വധിക്കുന്നതായിട്ടുള്ള കഥ. ഒരിക്കല് രാമകൃഷ്ണന്മാര് ദ്വാരകയിൽ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ദ്വിവിധൻ എന്ന് പറഞ്ഞ ഒരു വാനരൻ, അവൻ ഈ പൗണ്ഡ്രക വാസുദേവന്റെ വലിയൊരു ശിഷ്യനാണ്, വലിയൊരു സുഹൃത്താണ് ഈ ദ്വിവിധൻ. പൗണ്ഡ്രക വാസുദേവനെ ഭഗവാൻ വധിച്ചു എന്ന് കണ്ടപ്പോൾ അവനെ കൊണ്ട് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ദ്വാരകയെ മുഴുവൻ നശിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട്, ഭയങ്കര സ്വരൂപം, ഭയങ്കര ശക്തിയൊക്കെയാണ് അവനിതാ രാമകൃഷ്ണന്മാരില്ലാത്ത സമയം നോക്കിയിട്ടാണ് അത്ര വന്നത് ദ്വാരകയിലേക്ക്. വലിയ വലിയ മരങ്ങള്, വലിയ വലിയ പാറകള്, ഇതൊക്കെ പുഴക്കിക്കൊണ്ടുവന്ന് ഇതാ ദ്വാരകയിൽ കൊണ്ടുവന്നിടും. കുറെ ജനങ്ങൾ മരിച്ചു, കുറെ വീടുകളൊക്കെ നശിപ്പിച്ചു, കുറെ കൊട്ടാരങ്ങളൊക്കെ ദ്വാരകയിൽ നശിപ്പിച്ചു. അങ്ങനെ താണ്ഡവ നൃത്തം ആടിക്കൊണ്ട് ആടിക്കൊണ്ട് വരികയാണ്. അപ്പോഴാണ് ഭഗവാന് പ്രദ്യുമ്നനും സാമ്പനും അങ്ങനെയുള്ളവർ, അനിരുദ്ധനും ഒക്കെ അവനോട് യുദ്ധം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കൊന്നും അവനെ ജയിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോഴാണ് ഭഗവാന് മെസ്സേജ് പോകുന്നത്. ഇതേമാതിരി ഒരുത്തം വന്ന് ഇങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ബലരാമസ്വാമി പറയും, കൃഷ്ണ ഞാൻ പോവാൻ തന്നെ, എൻ്റെ കേസാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ബലരാമസ്വാമി വരും. ബലരാമസ്വാമി വന്ന് നിന്നപ്പോൾ ആദ്യം അവൻ എന്ത് ചെയ്തു? അവന്റെ പൃഷ്ഠം കാട്ടിച്ച് ചിരിച്ചു അത്രേ ബലരാമസ്വാമിക്ക്. അവന്റെ പൃഷ്ഠം കാണിച്ചു കൊടുത്തു അത്രേ. പഴയങ്ങനല്ലേ, അതല്ലേ സ്വഭാവം ഉണ്ടാവുക. പൃഷ്ഠം കാണിച്ചിട്ട് കുലിങ്ങങ്ങോട്ട് ചിരിച്ചു എന്ന് പറയാ. എന്നിട്ട് ബലരാമസ്വാമിയോട് യുദ്ധം ചെയ്തു. ബലരാമസ്വാമി തന്റെ കലപ്പി എടുത്തു, അവനങ്ങിട്ട് പിടിച്ചു, അടുത്തേക്ക് എടുത്തു, വലക്ക കൊടുത്തു. ഒന്ന് ദ്വിവിധന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ദ്വിവിധന ബലരാമസ്വാമിയുടെ കയ്യിൽ നിന്ന് മോക്ഷം കിട്ടിയ ഒരു കഥ. ഈ ദ്വിവിധൻ ആരാണെന്ന് ചോദിച്ചാൽ, ഈ വാനരൻ പണ്ട് ശ്രീരാമസ്വാമിയുടെ കൂടെ ഇരുന്ന ആളാണ്. പ്രേമൻ
ആ രാവണ യുദ്ധത്തില് രാമരാവണ യുദ്ധത്തില് സുഗ്രീവന്റെ ഭാഗത്ത് നിന്ന് ഭഗവാന്റെ ഭാഗത്ത് നിന്ന് ആ രാക്ഷസന്മാരെയൊക്കെ കൊന്ന ഇരുന്ന ആളാണ് ഈ ദ്വിവിധൻ. അവസാനം ഭഗവാൻ സരയൂ നദിയില് മുങ്ങി എൻ്റെ കൂടെ വരുന്നവർക്കെല്ലാം മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഇവൻ മുങ്ങിയില്ല അത്ര. അതിന് രണ്ട് കാരണങ്ങളാണ് പറയണത്. ഒരു കാരണം പറയണത് ഇവൻ അങ്ങനെ മുങ്ങിയാൽ മോക്ഷം കിട്ടുമെന്നുള്ളത് അറിയില്ല, ഇതൊക്കെ വെറുതെ ആവുമെന്ന് വിചാരിച്ച് മുങ്ങിയില്ല എന്ന് പറയുന്നുണ്ട് ചിലര്. ചിലര് പറയണു അതല്ല അത്രേ, രാമരാവണ യുദ്ധത്തില് വാസ്തവത്തില് ഗംഭീരമായിട്ടുള്ള യുദ്ധം ലക്ഷ്മണനും ഇന്ദ്രജിത്തും ചെയ്ത യുദ്ധമാണ് അത്രേ. രാവണനും രാമനും ചെയ്ത യുദ്ധത്തിനേക്കാൾ ഇന്ദ്രജിത്തും ലക്ഷ്മണനും ചെയ്ത യുദ്ധമാണ് രാമായണത്തിലൊക്കെ ദീർഘമായിട്ട് ഗംഭീരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. കാരണം ഒരിക്കലൊക്കെ ഇവരൊക്കെ മൂർച്ഛിതനാക്കി പോകാൻ പറ്റിയ ആൾക്ക് ഇന്ദ്രജിത്തിനെ. കാരണം ആ ഇന്ദ്രനെ പോലും ജയിച്ച് രാവണനെ തിരിച്ചു കൊണ്ടുവന്നത് കണ്ടാണ് മേഘനാഥൻ ഇന്ദ്രജിത്ത് എന്ന പേര് തന്നെ വന്നത് അല്ലേ. അപ്പൊ രാവണനെക്കാളൊക്കെ ശക്തിയുള്ള ആളാണെന്നാണ് പറയുന്നത് ഇന്ദ്രജിത്ത്. അപ്പൊ ഇവരുടെ യുദ്ധം കണ്ട സമയത്ത് ഇവനൊരു മോഹം ഉണ്ടായിട്ട് ഈ ലക്ഷ്മണനോട് കൂടി എനിക്കൊരു യുദ്ധം ചെയ്യണമെന്ന്. അപ്പൊ ആ മോഹം കാരണമാണ് അത്രേ. അപ്പൊ ആ ജന്മത്തെ പറ്റിയില്ല, കാരണം ലക്ഷ്മണസ്വാമിയുടെ ദാസനാണ് അവൻ അല്ലേ. അത് കാരണം കൊണ്ട് ഭഗവാനായിട്ട് ലക്ഷ്മണസ്വാമിയായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റിയില്ല. ഭഗവാൻ അനുഗ്രഹിച്ചു, ഞാൻ യുദ്ധം ചെയ്യാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശ ഉണ്ടെങ്കിൽ ഞാൻ തീർത്തു തരാം. ആ ലക്ഷ്മണസ്വാമിയാണ് അനന്തരാണ് ഇതായിപ്പോ ഇവിടെ ബലരാമസ്വാമിയായിട്ട് അവതരിച്ചത്. അതുകൊണ്ട് ആ ബലരാമസ്വാമിയുമായിട്ട് അവൻ ഇതായിപ്പോ യുദ്ധം ചെയ്തു. ഇപ്പൊ ത്രേതായുഗം കഴിഞ്ഞൊക്കെ കലിയുഗത്തിലേക്ക് ദ്വാപരത്തിലേക്ക് വരുമ്പോഴേക്കും ഇവൻ അന്നും ഭക്തനൊക്കെ ആയിരുന്നു, രാമനെ പൂജിച്ചിരുന്നു, രാമന്റെ കൂടെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാലും പിന്നീട് ആ സംസർഗ ദോഷം നല്ലവരെയും അല്ലേ എത്ര നല്ലതാണെങ്കിലും ആ സംസർഗ ദോഷം ആയിക്കഴിഞ്ഞാൽ അത് നമ്മളെയും ബാധിക്കും. പണ്ട് കവി പറഞ്ഞ മാതിരി മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാവൊരു സൗരഭ്യം അല്ലേ എന്നതുമാതിരി ഈ ദുഷിച്ച സംസർഗത്തിൽ ചെന്നുപെട്ടു. ഈ പൗണ്ഡ്രക വാസുദേവന്റെ കൂടെയും കാശി രാജാവിന്റെ കൂടെയും ഈ ദന്തവക്തറിന്റെ കൂടെയും മനസ്സിലായി ഇവരുടെയൊക്കെ കൂടെ ചെന്ന് പെട്ടത് കാരണം കൊണ്ട് അവന്റെ സ്വഭാവവും നശിച്ചു, ദൂഷിതമായി. ഭഗവാനെ തന്നെ യുദ്ധത്തിന് പോയി ആ ബലരാമസ്വാമിയുടെ കയ്യിൽ നിന്നും അവന് മോക്ഷം കിട്ടി എന്ന് പറഞ്ഞ വിവിധ ബദ്ധം. പിന്നെ ഗാർഹസ്ഥ ജീവിതമാണ് ചുരുക്കി അവിടെ പറയുന്നത്. ഭഗവാന്റെ ഗൃഹസ്ഥ ജീവിതത്തിനെ കാണാനായിട്ട് നാരദരെ പരീക്ഷിക്കാൻ പോകുന്നു. ഭഗവാന് 16,208 ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ. ഇത്രയും ഭാര്യമാരെ വെച്ചിട്ട് എങ്ങനെയാ ഒരു ഭാര്യ ഉണ്ടായാൽ തന്നെ ഇത്ര കഷ്ടമാണെന്ന് പലർക്കും അറിയാം. 16,208 വെച്ചുകൊണ്ട് എങ്ങനെയാ ഭഗവാൻ സമാളിക്കുന്നത് എന്നുള്ളത് നോക്കാനായിട്ട് പോയിരുന്നു. ഓരോ ഗൃഹത്തിലും പോകുന്നതും അവിടെയൊക്കെ ഭഗവാനെ ഓരോ രൂപത്തിൽ കാണാൻ കഴിയുന്നതും ഓരോ ജോലികളെ ചില സ്ഥലത്ത് പോകുന്ന സമയത്ത് ഭാര്യയ്ക്ക് സഹായിച്ചുകൊണ്ട് കഷ്ണങ്ങൾ നിർത്തി കൊടുക്കുന്നു, വേറൊരു സ്ഥലത്ത് ബ്രാഹ്മണർക്ക് ദാനധർമാദികൾ ചെയ്തു കൊടുക്കുന്നു, വേറൊരു സ്ഥലത്ത് കുട്ടികളെയെല്ലാം നോക്കുന്നുണ്ട്, വേറൊരു സ്ഥലത്ത് പോയി നോക്കുന്ന സമയത്ത് ഭഗവാൻ അടിച്ചു വാരുന്നു, പാത്രങ്ങൾ ധരിക്കുന്നു. ഇങ്ങനെ പല 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 വൃത്തികളും ഭഗവാൻ ചെയ്യുന്നത് നാരദൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെയെല്ലാം എല്ലാ പത്നിമാരുടെ വീട്ടിൽ പോകുമ്പോഴും ഓരോ പത്നിമാരുടെ വീട്ടിൽ പോകുമ്പോഴും നാരദനെ കാണാൻ കഴിഞ്ഞു. അവിടെ എന്താ നാരദാവുന്നതെന്ന് ചോദിച്ച് നാരദനെ സ്വീകരിച്ചിരുത്തും. നാരദൻ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ ഭഗവാന്റെ നിത്യവൃത്തി എല്ലാ പത്നിമാരെയും ഒരേ സമയത്ത് എല്ലാ കുട്ടികളെയും, കാരണം 16,208 പേരുണ്ടെങ്കിൽ ഇവരൊന്നും ഭഗവാൻ നോക്കിയിട്ടില്ല, അവരൊന്നും ഭഗവാൻ ശുശ്രൂഷിച്ചിട്ടില്ല, അവരുടെ കാര്യങ്ങളൊന്നും ഭഗവാൻ അറിഞ്ഞതില്ല എന്നൊന്നും പറയരുത്. പിന്നീട് കാലത്ത് നമ്മളെ പോലുള്ളവരെ അതിനങ്ങനെയൊക്കെ ആ കഥകളൊക്കെ ശ്രീശുഖൻ വിസ്തരിച്ച് പറഞ്ഞത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു. എപ്രകാരമാണ് ഒരു ഗൃഹാദി വൃത്തികളിൽ ഇരുന്നു കൊണ്ട് നിത്യകർമാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് ഭാര്യയെയും കുട്ടികളെയും പുത്രപൗത്രാദികളെയും നോക്കി സംരക്ഷിക്കേണ്ടത്, അപ്രകാരം ഭഗവാൻ നോക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതിനെ നമുക്കവിടെ കാണിച്ചു തരാനായിട്ടുള്ള കഥ ഭഗവാന്റെ ആ ദിനചര്യ ഗാർഹസ്ഥ്യ ജീവിതം മുതലായവർ കണ്ടതിന് ശേഷമാണ് ഇനി നമുക്ക് പോകേണ്ടത് രാജസൂയത്തിലേക്കാണ്. ആ ഭാഗങ്ങളെല്ലാം നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ രാജസൂയ യാഗം മുതൽക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുലീലോപാഖ്യാനം
അഥവാ സുധാമാചരിത്രം മുതലായിട്ടുള്ള കഥകളിലേക്ക് നമുക്ക് കുറച്ച് 1 മണിക്കൂർ പാരായണം ചെയ്യണം. ഇപ്പോൾ 75 വരെ പാരായണം ചെയ്തു. 80, 81 എന്നീ 2 അധ്യായങ്ങളിലാണ് സുധാമാചരിതം കുചേലവൃത്തം വരുന്നത്. ഒരു 20-25 മിനിറ്റ് എടുക്കും കുചേലവൃത്തത്തിന്. നമ്മളും ഇവിടെ കുചേലനെ സ്വീകരിച്ച് ഭഗവാനെ അഭിനന്ദിക്കുകയെല്ലാം ചെയ്ത് ആവുന്നത് മാതിരി 12 മണി വരെ നമ്മൾ പാരായണം ചെയ്തതിന് ശേഷം രാജസൂയം സുധാമാചരിതം മുതലായ നമുക്ക് ഹരേ നമഃ.